ഞാൻ ആരെയും കുറ്റം പറയുന്ന വ്യക്തിയല്ല. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരോടും പറഞ്ഞു, നാളെ നിങ്ങൾക്ക് ഇതേപോലൊരു കള്ളപ്പരാതി വന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. വീഡിയോ വെച്ച് ഫോട്ടോ വെച്ച് കള്ളത്തെളിവ് ഉണ്ടാക്കാം, എന്നിട്ട് തെളിവാണെന്ന് പറയണ്ട. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. കാവ്യ മാധവനെ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു പോലുമില്ല. ഇടവേള ബാബു, നമ്മുടെ ഇപ്പോൾ ഒമർ ലുലു, അല്ലെങ്കിൽ വിജയബാബു, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ്, എത്ര ലക്ഷം രൂപ ഇവർക്കൊക്കെ ചിലവായി. ഉമ്മൻചാണ്ടി, നിവിൻ പോളി, സിദ്ദിഖ് സാറ്, ഒമർ ലുലു, ഇടവേള ബാബു, എത്ര പേർക്കെതിരെയാണ് ഈ കള്ളക്കേസ്. ദീപക് ആത്മഹത്യ ചെയ്തതിന് ഷിംജിത മാത്രമല്ല കുറ്റക്കാരി, ഞാനും നിങ്ങളും നമ്മളും മാധ്യമങ്ങളും കൂടെയാണ്. ആ സ്ത്രീ ഒരു പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുകയാണ്. ചില സമയത്തൊക്കെ അങ്ങനെ കരക്കി കൊടുക്കേണ്ടി വരും. ഇത് നാളെ രാഹുൽ ഈശ്വർ പറഞ്ഞു വന്നിരിക്കട്ടെ. ഷിംജിതയും ഈ പയ്യൻ ആത്മഹത്യയൊന്നും വിചാരിച്ചിട്ടല്ല പോസ്റ്റ് ഇട്ടത്. അന്ന് മസ്താനിയോടൊപ്പം ഞാനൊരു ചർച്ചയ്ക്കുണ്ടായിരുന്നു. അതിനുശേഷം മസ്താനിയുടെ നമ്പർ എടുത്തു. ഞാൻ മസ്താനിയെ വിളിച്ച് ഒരു ഖേദപ്രകടനം പറഞ്ഞു. ആണിൻ്റെ സെക്ഷുവാലിറ്റി ചിലപ്പോൾ വളരെ തെറ്റായി, മോശമായി, വൈൽഡുമാണ്. പെൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറേ കൂടെ നാരോ ആൻഡ് ഫോക്കസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആണ്. ഈ ജെൻസിക്കാർക്ക് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അവരൊരു 18 മുതൽ 30 വയസ്സ് വരെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വരും. ഒരു 30 വയസ്സിൽ ദേ വിൽ ഫീൽ ചീറ്റഡ്. രാഹുൽ ഈശ്വറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടി പോരാടി രാഹുൽ ഈശ്വർ ഇപ്പം ജയിലിൽ പോയ സമയത്ത് ചേട്ടന് വേണ്ടി ആരും പോരാടിയില്ല എന്ന് തോന്നിയോ? അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളും വേറൊരാൾക്ക് വേണ്ടി മെനക്കെടാനോ റിസ്ക് എടുക്കാനോ തയ്യാറല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്ന വ്യക്തിയല്ല. പക്ഷേ എന്തെന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കോടതി നിരീക്ഷണങ്ങളും വിധികളും എല്ലാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ കേസിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. രണ്ടാമത്തെ പരാതിയിൽ സംശയം കോടതി പ്രകടിപ്പിച്ചു. മൂന്നാമത്തേലാണ് ഇപ്പം ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇന്നലെ അടക്കം ഹൈക്കോടതിയിൽ നിന്ന് വന്ന നിരീക്ഷണങ്ങൾ രാഹുലിന് അനുകൂലമാണ്. ഇതുപോലെ തന്നെ രാഹുലിന് മാത്രമല്ല, നമ്മുടെ ശ്രീ മുകേഷ് എം എൽ എ, CPM MLA ആണ്, ശ്രീ സുരേഷ് ഗോപി BJPയുടെ MP ആണ്. ഇവർക്കെതിരെയൊക്കെ വരുമ്പോൾ അവരവരുടെ പാർട്ടിക്കാർ പൊതുവെ മിണ്ടാതിരിക്കുന്നത് നമ്മൾ എന്തിന് വേറത്തിന് വേണ്ടി മെനക്കെടണം. 2 സ്ത്രീ വിഷയങ്ങളാണ്, പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്, മീഡിയക്കാർ കുറ്റം പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല. നമുക്ക് വീട്ടിൽ ആരോ പറയുന്നോ ഇല്ലയോ എന്നല്ല. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരോടും പറഞ്ഞു, നാളെ നിങ്ങൾക്ക് ഇതേപോലൊരു കള്ളപ്പരാതി വന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല. കള്ളപ്പരാതിയെ കള്ളപ്പരാതി കൊണ്ട് നേരിടാൻ പറ്റില്ല. അതായത് നമ്മുടെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും, പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും ഗീതയും ഗാന്ധിജിയുടെ ജീവിതവും ഒക്കെ പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. വളരെ പ്രാക്ടിക്കലാണ്. കേട്ടാൽ വളരെ ഐഡിയലിസ്റ്റിക് എന്ന് തോന്നും, പക്ഷേ അബ്സല്യൂട്ട് പ്രാക്ടിക്കലായൊരു കാര്യം, ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് എതിർക്കാൻ പറ്റില്ല. കാര്യം കൂടുതൽ ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് എടുത്താൽ കൂടുതൽ ഇരുട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ അല്ലാതെ ഒരു വെളിച്ചം കൊണ്ടോ മെഴുകുതിരി കൊണ്ടോ ലൈറ്റ് കൊണ്ടാണ് എതിർക്കാൻ കഴിയുന്നത്. വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ട് ജയിക്കാനാവില്ല. ഒരാൾക്ക് നമ്മളോട് വിദ്വേഷം ഉണ്ടെങ്കിൽ കൂടുതൽ വിദ്വേഷം കാണിച്ചാൽ വിദ്വേഷം ഇരട്ടിയാകുകയുള്ളൂ. വിദ്വേഷത്തെ ബഹുമാനം കൊണ്ടോ സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ നമുക്ക് ജയിക്കാൻ കഴിയും. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ കഴിയില്ല, നന്മ കൊണ്ടേ ജയിക്കാൻ കഴിയും. വേറെ വഴിയില്ല. അതുകൊണ്ട് കള്ളക്കേസിന് പ്രതിനിധിയായ വേറൊരു കള്ളക്കേസോ, ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ എനിക്ക് നോട്ടീസ് തന്നില്ല, നോട്ടീസ് ഒന്നു കള്ളം പറഞ്ഞു, കോടതിയിൽ തന്നെ പോയി നോട്ടീസ് ഒന്നു കള്ളം പറഞ്ഞു. ഈ പോലീസുകാരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പോലീസുകാരെല്ലാം മേളിലിരിക്കുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമാണ് എന്നെ അറസ്റ്റ് ചെയ്ത് ആ ഇലക്ഷൻ്റെ സമയങ്ങളിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ ജയിലിൽ അടയ്ക്കണമെന്നുള്ളത്. ഈ പോലീസുകാരെന്ത് ചെയ്യാനാണ്? അവിടെയാണ് പ്രോസിക്യൂട്ടർ വന്ന് എന്നെക്കുറിച്ച് കള്ളങ്ങൾ പ്രോസിക്യൂട്ടർ പറയുകയാണ്, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കോടതിയിൽ സൗണ്ട് റേസ് ചെയ്തു. അത് ശരിയല്ല, പക്ഷേ സൗണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പം റേസ് ചെയ്തു. അതായത് ഞാനപ്പം പറഞ്ഞു, സാർ മാഡം, ജഡ്ജിയോട് പറഞ്ഞു ഇയാൾ കള്ളമാണ് പറയുന്നത്. പ്രോസിക്യൂട്ടർ പെട്ടെന്ന് സ്റ്റാൻഡ് മാറ്റിയിട്ട് പറഞ്ഞു, അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെയൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞതായി എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്ന രീതിയിൽ പറഞ്ഞു. അതായത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെ തോന്നുന്ന രീതിയിൽ പറഞ്ഞു. പ്രോസിക്യൂട്ടറിൻ്റെ ജോലി എന്താ? പോലീസ് പറയുന്ന നിലപാടുകൾ കോടതിയിൽ ഏറ്റവും നല്ല ഭാഷയിൽ പറഞ്ഞ് ജയിപ്പിക്കുക. അവിടെയാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ അത് കോടതി ലക്ഷ്യമായിട്ട് വരും. അപ്പം ഇതിൻ്റെ എക്സ്ട്രീമാണ് നമ്മൾ ശ്രീ ദിലീപിൻ്റെ കേസിൽ കണ്ടത്. വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് പ്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് ശ്രീ ദിലീപിനെ കൊടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമുക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാകും, കോടതിയിൽ കള്ളത്തെളിവും കള്ളസാക്ഷിയും കൊടുത്താൽ പ്രശ്നമാവില്ലേ? ഇവരെന്ത് പറയാമെന്നറിയാമോ? ഇങ്ങനൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, നമ്മുടെ റൺ ബേബി റണ്ണിലെ വിജു മേനോൻ്റെ ഉണ്ടത്രേ എന്ന് പറയും. പിന്നെ പ്രശ്നമില്ല. ഈ ഉണ്ടത്രേ എന്ന് പറയുന്നതിൻ്റെ ഗുണം എന്താ അറിയാമോ? കിട്ടിയിട്ടുണ്ടെന്നുമില്ല, ഇല്ലെന്നുമില്ല, എന്നാൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുകയും ചെയ്യും. അതായത് യഥാർത്ഥത്തിൽ നടന്നതാണ്. ശ്രീ ദിലീപും പൾസർ സുനിയും തമ്മിൽ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടത്രേ. അപ്പോൾ അതുകൊണ്ട് അത് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് 4 ആഴ്ച വേണം. ശ്രീ ദിലീപിന് ജാമ്യം 4 ആഴ്ചത്തെ കൊടുക്കരുത്. കോടതി എന്ത് പറയും? 4 ആഴ്ചയൊന്നും പറ്റില്ല, 2 ആഴ്ച ദിലീപ് ജയിലിൽ കിടക്കട്ടെ എന്ന് പറയും. അതായത് നമ്മൾ 10 ചോദിച്ചാൽ കോടതി 5 തരും. ഒരു സ്റ്റാൻഡേർഡാണ്. എനിക്ക് എൻ്റെ ആദ്യം ഒരാഴ്ച ചോദിച്ചാൽ 3 ദിവസം കൊടുത്തു, രണ്ടാമത് 3 ദിവസം കൊടുത്തു, 1 ദിവസം കൊടുത്തു. ഇതൊരു സ്ഥിരം പ്രാക്ടീസാണ് കോടതിയുടെ. അപ്പോൾ ഈ കള്ളം പറയും. ഇതിൻ്റെ അപകടം മനസ്സിലായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇനി ഏടെ കാലമാണ്. പോലീസുകാർക്ക് എന്തൊക്കെ കള്ളത്തെളിവ് ഉണ്ടാക്കാം, വീഡിയോ വെച്ച് ഫോട്ടോ വെച്ച് കള്ളത്തെളിവ് ഉണ്ടാക്കാം, എന്നിട്ട് തെളിവാണെന്ന് പറയണ്ട.
സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്, അത് പഠിക്കാൻ ഞങ്ങൾക്ക് 3 ആഴ്ച വേണം. ഇയാൾക്ക് 3 ആഴ്ച ജാമ്യം കൊടുക്കരുത്. പോലീസ് പറയും ഇയാൾ ഒരാഴ്ച കിടക്കട്ടെ. ഇങ്ങനെയാണ് ശ്രീ ദിലീപിനെ 85 ദിവസം ജയിലിൽ കിടത്തിയത്. ഇങ്ങനെയാണ് നമ്പി നാരായണനെ 50 ദിവസം ജയിലിൽ കിടത്തിയത്. ഇങ്ങനെയാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം മാത്രമല്ല, പണ്ട് തൊട്ടേയുള്ള പരിപാടിയാണ്. ശ്രീഷയ്ക്കൊക്കെ ഒരു പക്ഷേ ഓർമ്മ കാണാൻ ചാൻസ് കുറവാണ് ഈ ചാരക്കേസിൻ്റെ ഒരു വിഷയം വന്നത്. പഴയ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനിൽ ഒരാൾ നമ്പി നാരായൺ എന്ന് പറയുന്ന, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ റോക്കറ്ററിയൊക്കെ നാഷണൽ ലെവലിൽ മാധവനും ഷാറൂഖ് ഖാനും സൂര്യയൊക്കെ വന്നുകൊണ്ട് ഫേമസ് ആയി. ഞാനൊക്കെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. ഈ മനുഷ്യൻ ഇന്ത്യയുടെ ചാരരഹസ്യങ്ങൾ പാകിസ്ഥാന് മാലിയിലെ സ്ത്രീകൾ വഴി ചോർത്തി എന്നുള്ളതാണ് കേസ്. നമുക്ക് ആർക്കെങ്കിലും സഹിക്കൂ? ഇയാളെ കല്ലെറിഞ്ഞു, ഇയാളെ ചീത്ത വിളിച്ചു, ഇയാളെയും ഭാര്യയും കൂടെ ഹോസ്പിറ്റലിൽ എന്തോ പോകുന്ന വഴി ഓട്ടോയിൽ ഇറക്കി വിട്ടു. സാധാരണക്കാരൻ അങ്ങനെ റിയാക്ട് ചെയ്യാവൂ. പിന്നാണ് നമുക്ക് മനസ്സിലായത് കേസ് മുഴുവൻ കള്ളമാണ്. എന്താ കേസെന്നറിയാമോ? ഈ 2 മാലി സ്ത്രീകളിലെ ഒരു സ്ത്രീയായ മറിയം റഷീദയോടും ഫൗസിയ ഹസനോടും, മറിയം റഷീദ എന്നാണ് ആ സ്ത്രീയുടെ പേര്, അവരോട് അന്ന് പോലീസിനെ ഒരു CIക്ക് താല്പര്യം തോന്നി. പലതവണ അവരെ അപ്രോച്ച് ചെയ്തു. അവർ നോ പറഞ്ഞു. അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അയാൾ ദേഷ്യം തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണ് ഇത്. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, CBIയുടെ അന്വേഷണ റിപ്പോർട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യം കണ്ട മുഖ്യമന്ത്രിയായ ശ്രീ K കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം പോയി, രമൺ ശ്രീവാസ്തവയ്ക്ക് എന്ന പോലീസിൻ്റെ സ്ഥാനം പോയി, ഒരുപാട് പേരുടെ ജീവിതവും മറ്റും താളം തെറ്റി, നമ്മുടെ നമിതാരായണൻ സാറിൻ്റെ അടക്കം ജീവിതവും താളം തെറ്റി. എന്തിനാണ്? പോലീസുകാരൻ അവിടെ നിന്ന് കഥ എഴുതിയിട്ട് ഉണ്ടത്രേ എന്നൊന്ന് എഴുതി വെച്ച് ആരെയും കൊടുക്കാം. ശ്രീഷയ്ക്ക് ഓർമ്മയുള്ള അങ്ങനെയുള്ള ഒരു കഥ 3 വർഷം മുമ്പ് ഉള്ളൊരു കഥ ഞാൻ പറയാം. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെയാണ് ദിലീപിനെ 2ാമത് അറസ്റ്റ് ചെയ്യാനും കാര്യങ്ങളുണ്ട്. എന്താ കേസ് ഇപ്പോൾ ആർക്കും അന്വേഷിക്കണ്ടേ? 4 പോലീസുകാരെ കൊല്ലാൻ ഭയങ്കര സീരിയസ് ആയ വിഷയമല്ലേ? 4 എന്താ ആർക്കെങ്കിലും അന്വേഷിക്കാൻ? അതിനെക്കുറിച്ചൊരു അന്വേഷണം ഇല്ലാത്ത എന്താ? ചുമ്മാ പറയുക. ബാലേന്ദ്രകുമാറും ഈ നമ്മുടെ പോലീസുകാരനും കൂടെ എങ്ങനെങ്കിലും ദിലീപിനെ ആ കേസിലൊന്ന് കൊടുക്കണം. ദിലീപിൻ്റെ ഫോണൊക്കെ നമുക്ക് പിടിച്ചെടുത്താൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ബാലേന്ദ്രകുമാരെ നീ ഒരു മൊഴി എഴുതുക, ഞാൻ കേട്ടു ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ തീരുമാനിച്ചു, ഗ്രൂപ്പിലിട്ട് തട്ടണമെന്ന് പറഞ്ഞു. അത് ഈ പോലീസ് കേസായി. ഈ ഇൻഫർമേഷൻ ഇത് എവിടെ നിന്നാണ് രാഹുൽ ഈശ്വർ? ബാലേന്ദ്രകുമാർ പറഞ്ഞു. അതായത് ഈ കേസ് ഓർമ്മ കാണും. ഗ്രൂപ്പിലിട്ട് തട്ടുക, അടുത്ത ദിവസം ഞെട്ടിക്കുന്ന വിവരം ലോകത്തിന് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രകുമാർ പ്രസ് മീറ്റും മറ്റും വിളിച്ചു. അടുത്ത ദിവസമാണ് ഗ്രൂപ്പിലിട്ട് തട്ടുക എന്ന് പറയുന്ന 18 സെക്കൻഡ് എൻ്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്ഷൻ, ലെസ് ദാൻ 30 സെക്കൻഡ്സ് ഉള്ള ഒരു വോയിസ് ക്ലിപ്പ് പറയുന്നത്. അപ്പം ഇനി പോലീസുകാർ കേട്ടിട്ട് എന്ത് പറയും? അവിടെ നിന്ന് ഇവിടെ നിന്നും കട്ട് ചെയ്തൊരു ക്ലിപ്പാണ്. പോലീസുകാർ എന്ത് പറയും? നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അന്വേഷിക്കേണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നാളെ ശ്രീഷയോ ഞാനോ ആണ് ജഡ്ജി എന്നിരിക്കട്ടെ, യുവർ ഓണർ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രീ ദിലീപ് ശ്രമിച്ചു എന്ന് ബാലേന്ദ്രകുമാർ പരാതി തന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം വാട്സപ്പിൽ തെളിവ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സൗണ്ടിൻ്റെ തെളിവ് തന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് അന്വേഷിക്കാൻ 3 ആഴ്ച വേണം. അന്വേഷിക്കണമെന്ന് പറയാൻ പറ്റും. പക്ഷേ എന്തൊരു വലിയ തട്ടിപ്പാണ് നടന്നത്. ഇപ്പോൾ ആ കേസ് ഓർമ്മ കാണുമല്ലോ. എന്താ അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? ഇടയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇത് ഈ ദിലീപിൻ്റെ കേസിൽ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു മാഡമാണ് എന്ന് പറഞ്ഞ് പാവം കാവ്യ മാധവൻ്റെ ചിത്രം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചാനലടക്കം ചർച്ച ചെയ്തു. കാവ്യ മാധവനെ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു പോലുമില്ല. ഒന്നുമില്ല, ചുമ്മാ മീഡിയ വഴി പ്രൊപ്പഗാൻഡ എടുക്കുന്നതാണ്. പോലീസുകാർ കോടതിക്ക് വരാൻ മീഡിയ യൂസ് ചെയ്ത് കേസ് നടത്തി തുടങ്ങിയതിന് അവസാനമില്ല. ഇപ്പോൾ അവർ ഒരു പ്രമുഖ ചാനൽ, അന്ന് എനിക്ക് വളരെ ഇഷ്ടമുള്ള, എനിക്ക് വളരെ പരിചയമുള്ള, മുമ്പ് ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് പോയ ഒരാളുടെ ചാനലുണ്ടായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് പോലീസ് യഥാർത്ഥത്തിൽ കേസ് നടത്തിയത്. പോലീസുകാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കയ്യിൽ കേസും കോടതിയിൽ ജയിക്കില്ലെന്ന് കണ്ടാൽ മൂഡ് സെറ്റ് ചെയ്യും. മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് താല്പര്യമുള്ള മീഡിയക്കാരെ വിളിച്ച് ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുക്കും. ആ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പേര് ചെയ്യും. അങ്ങനെ റീസെൻ്റ്ലി ഓർമ്മയുള്ളൊരു ഉദാഹരണം പറയാം. ശബരിമല തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം റെയ്ഡ് ചെയ്ത് പിടിച്ചു. എന്തൊരു കള്ളമാണ്! ആ വാജിവാഹനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിക്ക് ദേവസ്വം ബോർഡുകാർ കൊടുത്തയച്ചതാണ്. ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടാൻ 3-4 ദിവസം എടുക്കുമല്ലോ. ആ ദിവസത്തിനുള്ളിൽ തന്ത്രി അറസ്റ്റിലായി. എന്നിട്ട് 2-3 തന്ത്രി ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. 20 ദിവസമായിട്ട് പുള്ളി അറസ്റ്റിലാണ്. 66-67 വയസ്സുള്ള മനുഷ്യൻ എന്ത് കുറ്റം ചെയ്തത്? വാജിവാഹനം അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ 6 ഇടക്കാല റിപ്പോർട്ടിലെ 5ാം ഇടക്കാല റിപ്പോർട്ട്, കുറുപ്പ് സാറിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് കോടതി സ്വീകരിച്ച് കോടതി അഭിനന്ദിച്ച റിപ്പോർട്ടാണ്. അത് പ്രകാരമാണ് ശബരിമല തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തു വിടുന്നത്. പക്ഷേ ഇനി അടുത്ത പോലീസുകാർ ചെയ്യുന്നൊരു കള്ളത്തരം അറിഞ്ഞിരിക്കണം. ഇത് കേൾക്കുന്ന പോലീസുകാരും ശ്രദ്ധിക്കാനുള്ളതാണ്. എന്തെങ്കിലും അവർക്ക് റിക്കവർ ചെയ്യണം. ഒരു കാര്യമില്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് എടുത്തുകൊണ്ട് പോയി, എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, സാറേ ആ സ്ത്രീയെ അധിക്ഷേപിച്ചു എന്നല്ലേ കേസ്, അതിനെന്തിനാണ് ലാപ്ടോപ്പ് എടുക്കുന്നത്? എന്തെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യണം. ഇതൊരു വലിയ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് എന്തെങ്കിലും മെറ്റീരിയലായിട്ട് റിക്കവർ ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് പറയാനൊരു ഗുമ്മില്ല. ഇതാണ് ഗോവർദ്ധൻ എന്ന് പറയുന്ന ശബരിമലയിൽ മറ്റേ ജുവലറിയുടെ ആളുടെ വീട്ടിൽ ചെന്നിട്ട് ചുമ്മാ അവിടെ ഇരിക്കുന്ന 450 ഗ്രാമോ 500 ഗ്രാം സ്വർണ്ണം എടുത്തുകൊണ്ട് പോകും. അതായത് കണ്ടോ, 500 ഗ്രാം സ്വർണ്ണം ഉണ്ടാവും, കേസിനൊരു ഗ്രാവിറ്റിയുടെ ഫീൽ ഉണ്ടാവും.
ഈ തട്ടിപ്പാണ് ചെയ്യുന്നത് ആരാണെങ്കിലും. ഇപ്പോൾ ED എല്ലാ ബഹുമാനത്തോടെ പറയട്ടെ, ED എവിടെ ചെന്നിട്ട് 100 ഗ്രാം എടുത്തുകൊണ്ട് വന്നു. പാവം അയാൾ വീട്ടിൽ നിന്ന് 100 ഗ്രാം ആക്കിയും 1 വർഷം എടുക്കും തിരിച്ചിട്ടാൽ. ഈ 500 കാര്യം എന്തെങ്കിലും പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. ഈ ഗുമ്മിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ ജഡ്ജിമാർ, അഭിഭാഷകർ, പോലീസുകാർ ഉള്ളിച്ചിരിക്കും. കാര്യം ഇത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ കേസെന്നല്ല, എല്ലാ കേസിലും പറയണേ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുത്താ നമ്മൾ റിക്കവർ ചെയ്ത് കാണിക്കട്ടെ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പാണ്. എന്നിട്ട് പോലീസുകാരെന്ത് പറയാമെന്നറിയാമോ? നീ കോടതിയിൽ പോയി ജാമ്യം മേടിച്ചു. പോലീസുകാർക്കല്ല ഇതിൽ കുറ്റം. കാര്യം പോലീസുകാർ ഉത്തരം അനുസരിക്കുന്നവരാണ്. നാളെ ഞാൻ പോലീസ് ഫോഴ്സ് ഇരുന്നാലും ഞാൻ ഗാന്ധിജിയുടെ ടാറ്റു കയ്യിൽ മാർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ സത്യസന്ധനായി പോരാടി ഞാൻ പോലീസിൻ്റെ SPO, DYSPO, CA ആയിട്ടിരുന്നാലും എനിക്കിതേ ചെയ്യാൻ പറ്റൂ. കാര്യം മേലുദ്യോഗസ്ഥൻ പറയുന്നത് ചെയ്യണോ. അങ്ങനെ ദിലീപിൻ്റെ കേസിലൊരു വ്യാജ രേഖ, വ്യാജ ഫോട്ടോഷോപ്പ് പോലീസുകാരുണ്ടാക്കി. ദിലീപ് നിൽക്കുന്നൊരു ഫോട്ടോ, സൈഡിൽ ഒരാൾ സെൽഫി എടുക്കുന്ന ഫോട്ടോ, പുറകെ 2 പേര് നിൽക്കുന്നു, ആരെന്ന് ആർക്കും അറിയില്ല. ഇപ്പുറത്തെ സൈഡിൽ പൾസസുനി നിൽക്കുന്നു. ഈ 2 ഫോട്ടോയും കൂടെ ക്ലബ് ചെയ്തു. എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനം ബ്രില്യൻ്റ് ആണ്, എക്സലൻ്റ് ആണ്. കോടതികളെ വിശ്വസിക്കുകയും വേണം. ഇത് പക്ഷേ ട്രയൽ ഘട്ടത്തിലെ പ്രായോഗികമാകും. ട്രയൽ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വാദത്തെ എതിർക്കാൻ എതിർപക്ഷത്തിന് കഴിയും, അവർക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ ബെയിലിൻ്റെ ഘട്ടത്തിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു മിനി ട്രയൽ നടത്താൻ പറ്റില്ല. ആ ബെയിലിൻ്റെ ഘട്ടത്തിൽ പോലീസ് എന്തു പറയുന്നതോ അത് മൂളിക്കേൾക്കുകയാണ് സ്വാഭാവികമായി കോടതികൾ ചെയ്യാറുള്ളത്. ചില കോടതികൾ എക്സ്ട്രാ ഓർഡിനറി ധൈര്യത്തോടു കൂടി മാത്രമാണ് ഒന്ന് മെറിറ്റിലേക്കും കൂടെ പോകുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പോക്സോ 2 ആഴ്ച റിമാൻഡ്, പീഡനം നീ 1 ആഴ്ച അവിടെ. ഈ സാധനം പറയും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ വിക്ടിംസാണ് ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള ആൾക്കാർ. ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു സ്ത്രീ വ്യാജ പരാതി കൊടുത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. വർഷങ്ങളെടുത്തു തെളിയാൻ. ആ സ്ത്രീ 164 എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുൻപ് കള്ളമൊഴി കൊടുത്തു. അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഞാൻ സ്ഥിരം ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ സ്വന്തം കൊച്ചിയിൽ നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് 3 ദിവസം കൊച്ചിയിലേക്ക് വന്നു. നിവിൻ്റെ കഷ്ടകാലത്തിന് വിനീത് ശ്രീനിവാസൻ്റെയും ധ്യാൻ്റെയും സിനിമ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ സിനിമയുടെ പേര് ഉണ്ട്, നല്ല സിനിമയായിരുന്നു, ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി 3 ദിവസം വന്നു. ഇത് ആ പെൺകുട്ടിക്ക് അറിയാതെ ആയിരിക്കും പറഞ്ഞത് ദുബായ് വെച്ച് റേപ്പ് ചെയ്തു. വേറൊരു ദിവസം ഉണ്ടെങ്കിൽ നിവിൻ പോളി അറസ്റ്റ് ചെയ്യുമായിരുന്നു. 1 ആഴ്ച കിടക്കും. ഇല്ലാതെ വേറെ എന്ത് ചെയ്യും? നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് താരങ്ങളെ അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പല ആൾക്കാരും നോക്കി. എത്ര പേര്, ഇടവേള ബാബു, നമ്മുടെ ഇപ്പോൾ ഒമർ ലുലു, അല്ലെങ്കിൽ വിജയബാബു, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ്, എത്ര ലക്ഷം രൂപ ഇവർക്കൊക്കെ ചിലവായി. എന്തിനാണ്? അപ്പുറത്ത് വെറുതെ ഒരാളൊരു വരി പറഞ്ഞാൽ മതി, വെറുതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മതി, ഒരു ചിലവുമില്ല. മീഡിയക്കാരവരെ അങ്ങോട്ട് വന്ന് കണ്ടോളും, അവരെ താരങ്ങളാക്കിക്കോളും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ടാർഗറ്റ് ചെയ്യും. ഇതിൽ ബാലേന്ദ്ര മേനോൻ സാറ് 71 വയസ്സായി. ബാലേന്ദ്ര മേനോൻ 25 വർഷം മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു എന്നൊരു സ്ത്രീ പറയുകയാണ്. ആണെന്നോ അല്ലെന്നോ എങ്ങനെ തെളിയിക്കും? ഇത് വലിയൊരു ഇഷ്യൂ ആണ്. ഇത് ഞാൻ പോരാടും. മെൻസ് കമ്മീഷൻ വരുന്നതിലൂടെ ഇതിനെ എങ്ങനെ പോരാടാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഇത് മെൻസ് കമ്മീഷൻ ബില്ലാണ്. ബിൽ നമ്പർ 246 എൽദോസ് കുന്നപ്പള്ളിയുടെ സ്വകാര്യ ബില്ലായിട്ട് നമ്മുടെ കേരള നിയമസഭയിൽ കഴിഞ്ഞ 11 മാസം ഇരിക്കുന്ന ബില്ലാണ്. ശ്രീഷയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യക്ക് അതൊരു ഗിഫ്റ്റായി തരികയാണ്. ഇത് എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻസ്, 2 കാര്യങ്ങളാണ് പ്രധാനം. ഒന്നാമത്തേത്, സെക്ഷൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന പെൺകുട്ടിയുടെ പേര് നമ്മൾ ഒരു കാരണവശാലും പറയരുത്. അതേപോലെ ആരോപിതൻ്റെ പേരും കോടതി തെറ്റുകാരനാണെന്ന് പ്രഥമ ദൃഷ്ടിയാ കാണുന്നവരെ പറയരുത്. ഇത്രയേ ഉള്ളൂ ഡിമാൻഡ്. ഫൈനലി ട്രയലൊന്നും വരണ്ട. അവസാനം കുറ്റക്കാരനാണോ ഇല്ലയൊന്നും വേണ്ട, അതൊക്കെ വർഷങ്ങളെടുക്കും. പക്ഷേ മിനിമം മര്യാദ കാണിച്ച് കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും കുറ്റക്കാരനാണോ എന്ന് പറയുന്നത് വരെ ഇവരുടെ പേരും പറയരുത്. ഞാൻ അതിന് 2 നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, മുകേഷ് നായർ, വളരെ വലിയ ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത്. ഈ മനുഷ്യൻ ഒരു ആൽബത്തിൽ ചെന്ന് അഭിനയിച്ചു. ആ ആൽബത്തിൽ അഭിനയിച്ച ഒരു പെൺകുട്ടി കുറച്ച് കാലത്തിന് ശേഷം മുകേഷിനോട് കാശ് ചോദിച്ചു. ആ പെൺകുട്ടിയുടെ അച്ഛന് അസുഖത്തിന് എന്തെങ്കിലും ആയിട്ട്. മുകേഷിൻ്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് നോട്ടായിട്ടാണ് അയച്ചത്. അതാണ് കോടതി കാണിച്ചത്. മുകേഷ് കാശ് കൊടുത്തില്ല. കാര്യം മുകേഷിന് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത കാശ് കൊടുത്തില്ല. മുകേഷിൻ്റെ ഒരു ശത്രുവായ വേറൊരു ഇൻഫ്ലുവൻസർ ഈ കുട്ടിയെ സ്വാധീനിച്ച് കാശ് തരാമെന്ന് പറഞ്ഞ് മുകേഷിനെതിരെ പരാതി കൊടുപ്പിച്ചു. ആ മുകേഷ് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. മുകേഷിൻ്റെ ദുബായിൽ തന്നെ കണ്ടു. കാര്യം പോക്സോ ഒക്കെയാണ്, അങ്ങനെ എടുത്തു മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ദൈവം സഹായിച്ച് കോടതികൾ, ആ പോലീസ് അതിൻ്റെ സത്യം കണ്ട് പോക്സോ അടക്കം എടുത്തു മാറ്റി. ഇല്ലെങ്കിൽ മുകേഷിന് വീട്ടിൽ കുട്ടിയില്ലേ, അമ്മയില്ലേ? ഒരിക്കൽ പോക്സോ ആയിട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ജീവിതകാലം മുഴുവൻ കണ്ടോ മറ്റേ പീഡകനില്ലേ എന്ന് പറയും. ഇതിൻ്റെ സീരിയസ്നെസ് എവിടെയെന്നറിയോ? മുകേഷിന് എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുകേഷിനെ തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചു. ആ പ്രിൻസിപ്പളിനെതിരെ നമ്മുടെ മന്ത്രി നടപടിയെടുത്തു. അയാളെന്ത് വിളിച്ചു? മുകേഷ് നിരപരാധിയാണ് ഈ കേസിലെന്ന് ആ വകുപ്പ് മാറ്റുന്നതോടെ തെളിഞ്ഞാണ്. പക്ഷേ ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ എപ്പോഴും നമുക്കൊരു ടാർഗറ്റ് വേണം, ആരെയെങ്കിലും പിടിച്ച് ടാർഗറ്റ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. കുട്ടിക്കൽ ജയചന്ദ്രൻ
ഇപ്പോൾ കുട്ടികൾ ജയേന്ദ്രനും ഭാര്യ സെറീനയും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. 6.5 മാസം ഈ മനുഷ്യന് ഒളിവ് കഴിഞ്ഞു. ഇവരുടെ വീട്ടിലെ ഒരു പ്രശ്നമാണ്, ഫാമിലിയുടെ ഒരു പ്രശ്നമാണ്. സെറീന എന്ന സ്ത്രീ, ഞാൻ എൻ്റെ വൈഫ് ദീപയോടൊക്കെ പറയും, സെറീനയെ നമുക്ക് ആദരിക്കണം, കണ്ടുപഠിക്കണം. ഞാൻ എന്നിട്ട് സെറീനയുടെ കാല് തൊട്ട് സെറീനയെ ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ച്. ഈ സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തു. അദ്ദേഹത്തിന് വേറെ റിലേറ്റീവ്സ് ആരുമില്ല. 10, 13, 14 ലക്ഷം പോക്സോ കേസ്. സെറീനയുടെ ആരാന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ നിയമം അനുശാസിച്ചുകൊണ്ട്. ഇവരുടെ ഒരു കുടുംബ പ്രശ്നമാണ് ബേസിക്കലി. സെറീനയോടക്കം ദേഷ്യം തീർക്കാനാണ് കുട്ടികൾ ജയന്ത്രന് മൊഴി എടുത്തു. വളരെ ഈസി അല്ലേ? ഞാൻ ആ കുട്ടിയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ കേസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായി വായിച്ചു. നമുക്ക് വായിച്ചാൽ അപ്പം മനസ്സിലാവും കള്ളമാണ്. അതായത് യാതൊരു കൺസിസ്റ്റൻസിയും ഇല്ലാതെ, കൊഹറൻസും ഇല്ലാതെ, ലീഗലി ടെനബിൾ അല്ലാത്ത പണി കൊടുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ സ്വത്ത് തർക്കം മാറ്റാൻ, വഴി പ്രശ്നം മാറ്റാൻ, അല്ലെങ്കിൽ കടം കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കാനില്ലെങ്കിൽ ഇതൊക്കെയാണ് പോക്സോ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇടുക്കി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സാർ ഏകദേശം 11 വർഷം ഫൈറ്റ് ചെയ്ത് ഈ അടുത്തിടയ്ക്ക് പുള്ളിയെ വിട്ട് നിങ്ങൾ കണ്ടു കാണും. കുറച്ച് പെൺകുട്ടികളുടെ കോപ്പി അടി പിടിച്ചു. സാറ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ഞങ്ങളെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. തെളിവൊന്നും വേണ്ടല്ലോ. വെറുതെ അങ്ങ് പറഞ്ഞിട്ടിരുന്നാൽ മതി, വർഷങ്ങൾ എടുക്കും മാറാൻ. ഇതിൻ്റെ നാഷണൽ ലെവലിലെ ഏറ്റവും സീരിയസ് കേസിലൊന്നാണ് രാം തിവാരി എന്നൊരു കേസുണ്ട്. കേന്ദ്രീയ വിദ്യാലയയിലെ സാറാണ്. കോവിഡിൻ്റെ കാലം കൂടിയായിരുന്നു. അദ്ദേഹം 7 വർഷം ജയിലിൽ കിടന്നു. പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, പ്രഗ്നൻ്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു. ഇതാണ് കേസ്. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി പെൺകുട്ടി റേപ്ഡ് ആയിട്ടില്ല, പ്രഗ്നൻറ്റും ആയിട്ടില്ല, അബോർട്ടും ആയിട്ടില്ല. സ്കൂളിലെ പ്രശ്നം ചിലപ്പോൾ വിളയിപ്പിച്ചു. ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്നു പ്രധാന ചാനലിലെല്ലാം വന്നൊരു വേറൊരു കേസാണ്. കോളേജിൽ വെച്ച് ഒരു പെണ്ണും വേറൊരു പയ്യനും തമ്മിൽ അവർക്കൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഇത് മറ്റേ കോളേജിലെ ഒരാൾ കണ്ടുപിടിച്ചു, വീട്ടിൽ പറഞ്ഞു. അതിൻ്റെ ദേഷ്യം തീർക്കാനായി പുള്ളി എന്നെ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തു. നിങ്ങൾ അറിയേണ്ടത് ഒരു തെളിവും കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ജിതേന്ദ്ര എന്ന് പറയുന്നത്, നമ്മുടെ തുഷാർ കപൂർ ഹിന്ദി നടനുണ്ടല്ലോ, ജിതേന്ദ്രയുടെ തുഷാറിൻ്റെ അച്ഛനാണ് ജിതേന്ദ്ര. 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ പരാതി കേട്ടോ. അപ്പോൾ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയാണ് ഡീൽ ചെയ്തത്. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി പറഞ്ഞു, എങ്ങനെയാണിത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റുക? എങ്ങനെയാണിത് ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റുക? അപ്പോൾ കുറച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ യാഥാർത്ഥ്യബോധം വേണം. പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ മാത്രം പറയാം. ഉമ്മൻചാണ്ടി, നിവിൻ പോളി, സിദ്ദിഖ് സാറ്, ഉമർ ലുലു, ഇടവേള ബാബു, എത്ര പേർക്കെതിരെയാണ് ഈ കള്ളക്കേസ്? വിജയബാബു. ഇത് ഈ കേസ് ആക്ച്വലി സത്യമാണെങ്കിൽ ആ സത്യമാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പം ഒരു ലൈവ് കേസ് എടുത്ത് തന്നെ പറയാം. ഷിംജിതയ്ക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാക്കി. വീഡിയോ പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ വീഡിയോ പിടിച്ച് പോലീസിനാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് ആക്കാനല്ല നോക്കേണ്ടത്. അതായത് നമുക്കിപ്പം ഇത് തെളിയിക്കണമല്ലോ, നമുക്ക് അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടു, അതുകൊണ്ട് നമുക്ക് വേണം, ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ തെളിയിച്ചു, അല്ലെങ്കിൽ അപ്പം തന്നെ ആർക്കും മെസ്സേജ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യണം, എവിഡൻസ് എടുക്കണം. അവനെ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാനല്ല, ആദ്യം പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം. ആ പോലീസ് കംപ്ലയിൻറ്റ് ഷിംജിത കൊടുത്തില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇനി 2, പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് കണ്ടു കാണും. 7 വീഡിയോ ഷിംജിത എടുത്തു എന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ എടുത്ത് നോക്കുകയാണ്. ഏറ്റവും എഫക്റ്റീവ്ലി കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി നോക്കുക. ഇനി 2, ദീപക് ആത്മഹത്യ ചെയ്തതിന് ഷിംജിത മാത്രമല്ല കുറ്റക്കാരി, ഞാനും നിങ്ങളും നമ്മളും മാധ്യമങ്ങളും കൂടെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഷിംജിത ഇറങ്ങിയിട്ട് കുറേ കൂടി ഇൻ്റലിജൻ്റായിട്ട് കളിച്ച് ആദ്യം പരാതി കൊടുത്തിട്ട് ഈ വീഡിയോ ഇട്ടിരുന്നെന്നിരിക്കട്ടെ, ഇന്ന് ദീപക് അർസലും ഷിംജിത വെളിയിൽ അതിജീവിതയായിട്ട് നിൽക്കുമായിരുന്നു. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഷിംജിത അവിടെ പരാതി കൊടുത്തതിന് ശേഷം ആണ് ഈ വീഡിയോ ഇട്ടിരുന്നതെങ്കിൽ ഷിംജിത വെളിയിലും ദീപക് അകത്ത് നിൽക്കും. അവസാനം 2 ആഴ്ച കഴിഞ്ഞ് കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കോടതി ജാമ്യം കൊടുക്കും. അതാരും അറിയത്തോലുമില്ല. പക്ഷേ ഇതാണ് ആത്മഹത്യ ചെയ്തതുകൊണ്ട് വലിയ വിഷയം. ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്. ഇനി ഇതുപോലെ ഒരുപാട്, ഞങ്ങൾ തിരുവനന്തപുരത്ത് സുനീർ എന്നൊരു പയ്യൻ്റെ കാര്യം ഏറ്റു. ഇതുപോലെ ഭാര്യയുടെ വ്യാജ പരാതിയിൽ ആത്മഹത്യ ചെയ്തതാണ്. എത്ര പേരങ്ങനെ പൊലിഞ്ഞു പോകുന്നു. ഇനിയും ജയിലിൽ ഞാൻ കിടന്നപ്പോൾ, ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ ഇതേപോലെ വ്യാജ പോക്സോ ഒക്കെ 20 വർഷം കിട്ടിക്കിടക്കുന്നവരുണ്ട്. അതായത് ഇപ്പം ഞാൻ സ്ഥിരം എൻ്റെ സ്വന്തം വീട്ടുകാരെ കേസുകളുടെ പിന്നെ ഞാൻ എന്നെ പോയിട്ട് വീണ്ടും കയറ്റിയില്ല. പക്ഷേ ഞാൻ വേറൊരാളെ വിട്ടു. നമ്മൾ ലഭ്യമായ വിവരങ്ങൾ എടുക്കുന്നുണ്ട്. അതിൽ ചില ആൾക്കാർക്ക് ജാമ്യത്തുകയാണ് വേണ്ടത്, ചില ആൾക്കാർക്ക് കേസിൻ്റെ റിവ്യൂ ആണ് വേണ്ടത്. നമ്മളാൽ കഴിയുന്ന രീതി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പേരുകളൊന്നും അത്ര പബ്ലിക്കായി പറയാത്ത, ഇനി അവരുടെ പ്രൈവസിയും കൂടെ ഉള്ളതുകൊണ്ടാണ്. അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് എങ്ങനെ നമ്മളിപ്പോൾ കാശ് റേസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മെൻസ് കമ്മീഷൻ അടക്കം കാശ് റേസ് ചെയ്യുമ്പോൾ 3,17,000 രൂപയാണ് നമ്മൾ ദീപകിൻ്റെ വീട്ടിൽ കൊടുത്തത്. ഒരു 10-15 രൂപ അല്ലെങ്കിൽ 15,000 രൂപ നമ്മൾ ഓൾറെഡി 15,000 രൂപ സംതിങ് നമ്മുടെ സുനീറിൻ്റെ അമ്മയ്ക്ക് കിട്ടി. ഒരു 25,000 ആക്കാമെന്ന് വിചാരിക്കും. കുറച്ച് ദിവസത്തിൽ, ഈ 2-3 ദിവസത്തിൽ കൊടുക്കുന്നു. ഇവരുടെയൊക്കെ ജീവിതം സ്റ്റക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാശ് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം എനിക്ക് ദീപകിൻ്റെ അമ്മ പറഞ്ഞതിൽ ഏറ്റവും വിഷമം തോന്നിയ കാര്യം, മോൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഗ്യാസ് ആര് മേടിക്കും എന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ്?
ദീപക് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കും കൂടാണെന്ന് പറയാൻ കാരണം ദീപക്കിന് വിശ്വാസമുണ്ട്, ഞാൻ നിയമ സംവിധാനത്തിലൂടെ പോയാൽ അറസ്റ്റ് ചെയ്യപ്പെടാതെ ജാമ്യം കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ദീപക് ആത്മഹത്യയില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാകും എന്ന് ദീപക് കരുതിയിരുന്നെങ്കിൽ ദീപക് ആത്മഹത്യയില്ല. മടുത്തു, എനിക്ക് വയ്യ, ഇതിൽ പെട്ടുപോകുമെന്ന് പേടിയുള്ളതുകൊണ്ടാണ്. സാധാരണക്കാരന് ജയിലിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ രീതി പേടിയും കാരണങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് പെട്ടുപോകുന്നതാണ്. ആൾക്കാർക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ളൊരു ഈസി വഴിയായി നമ്മുടെ ആൾക്കാർ മാറുന്നു എന്നുള്ളതാണ് അവിടെയാണ്. ഇത് മാത്രമല്ല, ഷാരനും ഗ്രീഷ്മയും, അതായത് ഷാരനെ ഗ്രീഷ്മ വിഷം കൊടുത്താണ് കൊന്നത്. നമ്മുടെ വലിയ എഴുത്തുകാരിയാണ് KR മീര. അവരുടെ എഴുത്തിൽ വലിയ ബഹുമാനമാണ്, അവരുടെ നിലപാടുകളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ സ്ത്രീ ഒരു പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുകയാണ്. ചില സമയത്തൊക്കെ അങ്ങനെ കലക്കി കൊടുക്കേണ്ടി വരും. ഇത് നാളെ രാഹുൽ ഈശ്വർ പറഞ്ഞു വന്നിരിക്കട്ടെ. അതായത് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ തലയിലാവുമെന്ന് വിചാരിച്ച് ഷാരൻ ഗ്രീഷ്മയ്ക്ക് കഷായം കലക്കി കൊന്നുവന്നിരിക്കട്ടെ. ഞാനൊരു വേദിയിൽ വന്ന് പറയുകയാണ്, ചില സമയത്ത് ഇവന്മാർ തലയിൽ തൂക്കും എന്ന് പറഞ്ഞ് ഷാരൻ അവസാനം കലക്കി കൊടുക്കേണ്ടി വന്നാണെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? 100% അറസ്റ്റ് ചെയ്യണം, ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷേ KR മീര പറഞ്ഞത് തെറ്റാന്ന് പോലും പറയാൻ നമ്മുടെ ആൾക്കാരില്ലാത്തതിൻ്റെ കാരണം KR മീര പറയുന്നതിനൊരു കയ്യടി കിട്ടാൻ സ്പേസ് ഉണ്ട്. ഇത് KR മീരയുടെ മാത്രം പ്രശ്നമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടവും, ഞാൻ ആരാധകനാണ് നമ്മുടെ. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ഒരുപാട് അങ്ങനെ പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്താകരുത്. അതിനുശേഷം പിന്നെ KR മീരയെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളായിട്ട് കുറേ പേര് വരും. അതിനുശേഷം ഷിംജിതെ അധിക്ഷേപിക്കുന്ന പോസ്റ്റായിട്ട് വരും. വേറൊരാൾ ഈ ഇങ്ങനെ കൗണ്ടർ എടുക്കുന്നവരെല്ലാം പീഡിപ്പിക്കണം, റേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിന്റെ സാധനമായിട്ട് വന്നു. പുള്ളി എനിക്ക് പിന്നീട് മെസ്സേജ് അയച്ചു, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശം എന്നൊക്കെ ആയിരിക്കാം. അതായത് ഇതേ രീതിയിൽ കുറേ പേര് സഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഒറ്റയടിക്ക് ഇത് ഓവറാക്കരുത്. ഞങ്ങൾ ശരിക്കും പലരെയും കരഞ്ഞും കാല് പിടിച്ചും ചേട്ടാ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി ഏറ്റവും മോഡറേറ്റും പക്വവും മിതവുമായി കൊണ്ടുവരുമ്പോൾ സൈഡിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഡാമേജ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യരുത്. ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ത്രീകളെ പീഡിപ്പിക്കുകയല്ല വേണ്ടത്. നമുക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പോവുക, അതിനാണ്. ഇനി പോലീസ് എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോവുക, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ കോസ് പിന്നോട്ടടിക്കുകയുള്ളൂ. പകരം ഏറ്റവും മോഡറേറ്റാണ്. ഞാനതുകൊണ്ട് ആദ്യമേ പറഞ്ഞു, ഷിംജിതയും കല്ലെറിയണമെന്നല്ല നമ്മുടെ ആഗ്രഹം. ചില ആൾക്കാർ ഷിംജിതയെ കല്ലെറിയണമെന്നൊക്കെ പറഞ്ഞു വന്നു. ഷിംജിതയും ഈ പയ്യൻ ആത്മഹത്യയൊന്നും വിചാരിച്ചിട്ടല്ല പോസ്റ്റ് ഇട്ടത്. ഷിംജിതയ്ക്ക് ഒരു കോണ്ടന്റ് കിട്ടി, അതുകൊണ്ട് ഇട്ടു. പക്ഷേ അത് കാരണം അവരുടെ കുടുംബത്തിനും ദീപക്കിനും ഒക്കെ ജീവൻ നഷ്ടമായി എന്നുള്ളത് കാര്യമാണ് വിഷമം. അപ്പം പ്രപ്പോർഷനേറ്റ് ആയിട്ട് ആനുപാതികമായിട്ട് ഷിംജിതയ്ക്ക് ശിക്ഷ കിട്ടണം. അതായത് ആത്മഹത്യാ പ്രേരണയ്ക്കാണ്, തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആത്മഹത്യാ പ്രേരണ ഡയറക്റ്റായിട്ട് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ പോലും ശിക്ഷ കിട്ടണം. ചിലപ്പോൾ 1-2 റിമാൻഡ് രീതിയിൽ പോകും. ഇങ്ങനെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടണമെന്ന് പറയുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ പ്രശ്നം എല്ലാം എക്സ്ട്രീമാണ്. ഇത് ഷിംജിത പരാതി കൊടുത്താൽ ദീപകിനെ കല്ലെറിയണം, ദീപക് മരിച്ചാൽ ഷിംജിത കല്ലെറി. ഈ കല്ലെറിയുന്ന പരിപാടി നമ്മൾ നിർത്തണം. പ്ലസ് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഇത്തരം വിഷയങ്ങൾ വന്നില്ലെങ്കിൽ പുരുഷാവകാശങ്ങളും സഫർ ചെയ്യും, സ്ത്രീകളുടെ വിഷയങ്ങളും സഫർ ചെയ്യും. അവിടെയാണ് സവാദിന്റെ വിഷയത്തിൽ തീരുമാനം മാറിപ്പോയി. ഞാൻ തീർന്നില്ല. സവാദിന്റെ വിഷയത്തിൽ നോക്കിയാൽ ഞാൻ ഒരു സ്ഥലത്തും സവാദിന്റെ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരുന്നില്ല, സവാദിനെ സപ്പോർട്ട് ചെയ്തില്ല. നോക്കാം, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സവാദിന്റെ വിഷയം മാറ്റർ ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഞാൻ എല്ലാ വിഷയത്തിലും ഡീറ്റെയിൽസ് എടുത്തിട്ടേ പോകും. പക്ഷേ 2ാം തവണ സവാദിനെതിരെ വീണ്ടും ഒരു പരാതി വന്നു. അന്ന് മസ്താനിയോടൊപ്പം ഞാനൊരു ചർച്ചയ്ക്കുണ്ടായിരുന്നു. അതിനുശേഷം മസ്താനിയുടെ നമ്പർ എടുത്തു. ഞാൻ മസ്താനിയെ വിളിച്ച് ഒരു ഖേദപ്രകടനം പറഞ്ഞു. ഖേദം പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ്: ആദ്യ പരാതി വന്നപ്പം മസ്താനി അടക്കം വേണ്ട രീതിയിൽ പിന്തുണച്ചില്ല എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു. നീ 2, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ഹണി റോസിനെ പറഞ്ഞത് ശരിയല്ല. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് ആദ്യം TV പബ്ലിക്കലി പറഞ്ഞ ആൾ ഞാനാണ്. നമുക്കെല്ലാം അറിയാമല്ലോ ഒരു ഇൻഡയറക്റ്റ് ഭാഷയിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പുള്ളി അപ്പോൾ ഒരു തമാശയുടെ കൂടി പറഞ്ഞാണ്, പക്ഷേ അത് ശരിയല്ല. അതിന് അദ്ദേഹം അപ്പോളജൈസ് ചെയ്തു, തീർന്നു. അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്യണം, തീർന്നു. പകരം ജയിലിൽ പിടിച്ചിട്ട് പരമാവധി ടോർച്ചർ ചെയ്യണം, പോലീസുകാർ വളഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു എന്നൊക്കെ പറയാൻ തീവ്രവാദിയൊന്നും അല്ലല്ലോ. ഒരുപാട് മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ബ്ലഡ് ബാങ്ക് ചെയ്യുന്ന, ഒരുപാട് പേർക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പം നമ്മൾ ഈ എക്സ്ട്രീംസിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഈ ചില ആൾക്കാർ, നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കളാണ് ബോബി ചെമ്മണ്ണൂറിന് മറ്റേ മാല ഇടാനും പടക്കം പൊട്ടിക്കാനും ഒക്കെ അല്ലെങ്കിൽ മറ്റേ ലഡ്ഡു വിതരണം. അത് ചെയ്യരുത്. അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം എന്താ? ഈ പൾസ് സുനിക്ക് മാല ഇടാൻ പോയി, എന്തിനാണ്? ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാമോ? അവർ ഫെമിനിസ്റ്റുകളുടെ അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കുരുപൊട്ടിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഉദ്ദേശം ആരുടെയും കുരുപൊട്ടിക്കലാവരുത്. എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന നീതി കൊടുക്കുന്നതാകണം. ഈ മെയിൽ ഷോവനിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫീമെയിൽ ഷോവനിസ്റ്റുകളും ഉണ്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി കുരുപൊട്ടിക്കുക എന്ന ഉദ്ദേശത്തിനപ്പുറം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നീതിയുക്തരമായ കാര്യം വന്നാൽ അതും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനെല്ലാം വളരെ പബ്ലിക്കലി ശ്വേതാ മേനോനടക്കമുള്ളവരെ അമ്മയിൽ സപ്പോർട്ട് ചെയ്തതാണ്. അമ്മയ്ക്കൊരു ഫീമെയിൽ ലീഡർഷിപ്പ് ആവശ്യമാണ്. WCC പറയുന്ന ചില കാര്യങ്ങൾ വളരെ റെലവൻ്റാണ്. ഹേമ കമ്മിറ്റിയെ സ്വാഗതം ചെയ്തവരാണ് ഞങ്ങൾ.
അപ്പം ഞാൻ അടക്കമുള്ള കാര്യം ആരെ പറ്റിക്കാനാണ് നമ്മൾ കള്ളം പറയുന്നത്? സിനിമാ രംഗത്ത് ഒരുപാട് കാസ്റ്റിംഗ് കൗച്ചും മറ്റും ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഒരുപാട് അങ്ങനെ നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ പെൺകുട്ടികളും അഭിനയിക്കാനും പറ്റും പോകുമ്പോൾ ഒരുപാട് അങ്ങനെ പ്രപ്പോസിഷൻഡ് ആകാറുണ്ട്, അല്ലെങ്കിൽ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം, ഒരു ഫിൽറ്ററിങ് പ്രോസസ് ഉണ്ടാക്കണം. പക്ഷേ 48 വർഷം മുമ്പ്, അതിൽ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത ഒരാൾ എന്നോട് പറഞ്ഞാണ്, എനിക്ക് 45 വർഷം എന്തോ മുമ്പ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുമ്പോൾ അത് വളരെ വേദനാജനകമാണ്. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക? അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരാളെ പബ്ലിക്കലി ടാർണിഷ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റുക? തെളിയിക്കാനും പറ്റില്ല, തെളിയിക്കാതിരിക്കാനും പറ്റില്ല. അവിടെയാണ് നമുക്ക് ഒരു സെൻസിബിൾ മിഡിൽ ഗ്രൗണ്ട് വേണം. ഒരു ബാലൻസ് എന്നോ മധ്യമാർഗമെന്നോ മിഡിൽ ഗ്രൗണ്ടോ വേണം. അതിൽ സ്ത്രീകൾ പറയുന്ന, ഫെമിനിസ്റ്റുകളോട് ചില വിഷയത്തിൽ നിലപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഫെമിനിസ്റ്റുകൾ പറയുന്ന എല്ലാ നല്ല ആശയങ്ങളും സ്ത്രീപക്ഷ നിയമങ്ങളും നിലനിൽക്കണം. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ചേട്ടൻ ഈ ഫെമിനിസം എന്ന് പറയുന്നതിനോട് ചേട്ടൻ്റെ ഒരു എന്താണ്? 2 കാര്യങ്ങളാണ്. ഫെമിനിസത്തോട് ആശയപരമായി ആർക്കും വിയോജിപ്പില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വം എന്നേ വിശാല അർത്ഥത്തിലുള്ളൂ. അതിനോട് ഞാനടക്കമുള്ളവരുടെ നിലപാട് പോപ്പ് ഫ്രാൻസിസ് ഒക്കെ എടുക്കുന്നൊരു നിലപാടാണ്. ഇക്വാളിറ്റിയോടൊപ്പം കോംപ്ലിമെൻറ്റാരിറ്റിയും വേണം. നമ്മൾ പരസ്പരം സമത്വമുള്ളവരാണ്, പക്ഷേ പരസ്പര പൂരകങ്ങൾ കൂടിയാകണം. സ്ത്രീയും പുരുഷനും സോഷ്യൽ ഇക്വാലിറ്റി, ലീഗൽ ഇക്വാലിറ്റി അടങ്ങിയ കാര്യങ്ങളിലെല്ലാം വേണം. എന്നാൽ ഇവർക്ക് ബയോളജിക്കലും ന്യൂറോളജിക്കലും സൈക്കോളജിക്കലുമായ ഡിഫറൻസുകളുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഇക്വാളിറ്റി പ്ലസ് കോംപ്ലിമെൻറ്റാരിറ്റി, ഈ പൊസിഷനാണുള്ളത്. ഞങ്ങളെല്ലാം ജെൻഡർ ന്യൂട്രാലിറ്റിയിലല്ല, ജെൻഡർ സെൻസിറ്റിവിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. അതായത് സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമാണ്, അതേപോലെ സ്ത്രീ പുരുഷ ബ്രെയിനുകളും സ്ത്രീ പുരുഷ മനസ്സുകളും വ്യത്യാസമാണ്. ഉദാഹരണം, സ്ത്രീകൾ സെക്ഷുവാലിറ്റിയെ കാണുന്ന രീതിയിലല്ല പുരുഷന്മാർ സെക്ഷുവാലിറ്റിയെ കാണുന്നത്. ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരിക്കൽ പോലും ബസ്സിൽ കയറുമ്പോൾ മറ്റേ മുട്ടുപ്പിൻ കൈ സൂക്ഷിക്കേണ്ടി വരാറില്ല. അയ്യോ അവൾ എന്നെ ഒന്ന് തോണ്ടി എന്ന് പറയാറില്ല. ആണിൻ്റെ സെക്ഷുവാലിറ്റി ചിലപ്പോൾ വളരെ തെറ്റായി, മോശമായി, വൈഡും വൈൽഡുമാണ്. പെൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറേ കൂടെ നാരോ ആൻഡ് ഫോക്കസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആണ്. ഇതിനൊക്കെ ആയിരക്കണക്കിന് സ്റ്റഡീസ് ഉണ്ട്. ഇന്ന് നമുക്ക് എംപിരിക്കൽ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഫീമെയിൽ ബ്രെയിൻ കോഡിഫൈ ചെയ്തിരിക്കുന്നത് കുറേ കൂടെ പേഴ്സണലൈസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം മറ്റേ ഏഞ്ചൽസ് ഫോളൻ ഫ്രം ഹെവൻ ആണെന്നും പുരുഷന്മാരെല്ലാം ബാലങ്കേ നായരും ഉമ്മറും ആണെന്നും അല്ല. അങ്ങനത്താണ് പണ്ടത്തെ പിക്ചറൈസേഷൻ. രണ്ടുപേരും വലിയ ആൾക്കാരാണ് കേട്ടോ. ഉമ്മർ സാറിനെ എനിക്കറിയാം, ബാലഗംഗാധരൻ എനിക്കറിയാം. അവർ വലിയ ആൾക്കാരാണ്. അവരുടെ ചില ക്യാരക്ടേഴ്സ് വെച്ച് പറയുന്നതാണ്. അതായത് മറ്റേ ശോഭയെ ഞാനിപ്പം നിന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആണുങ്ങളാണ് എല്ലാം എന്ന് ധരിക്കരുത്. പക്ഷേ ആണിൻ്റെ സെക്ഷുവാലിറ്റി കുറച്ച് വൈഡ് ആൻഡ് വൈൽഡാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട്. ഇതേപോലെ പെൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറേ കൂടെ പേഴ്സണലൈസ്ഡും ഫോക്കസ്ഡുമാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട്. ഇത് പരസ്പരം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സഹവർത്തിത്വം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം പൊസിഷൻ ഫെമിനിസത്തോട് ചില കാര്യങ്ങളിൽ റെസ്പെക്റ്റ്ഫുൾ ഡൈവേർജൻസും ഡിഫറൻസും ഉണ്ട്. പക്ഷേ മെയിൽ ഷോവനിസത്തിൻ്റെ മറുപടി ഫീമെയിൽ ഷോവനിസം ആകരുത്. മെയിൽ ഷോവനിസത്തിൻ്റെ മറുപടി ഫെമിനാക്സിസം ആകരുത്. മെയിൽ ഷോവനിസം ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ അബ്സല്യൂട്ട്ലി ഹൊറിബിളായ സതി അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് എക്സാജറേറ്റഡ് ആണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ചില ബംഗാൾ അടക്കമുള്ള ചില കമ്മ്യൂണിറ്റീസിന് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പം കേരളത്തിലൊന്നും സതി നടന്നതായി, സൗത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ സതി നടന്നതായതില്ല. ഒരു റെഫറൻസ് ഒക്കെയാണ് മാക്സിമം ഉള്ളത്. പക്ഷേ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. 100 വർഷം മുമ്പ് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. പലപ്പോഴും ഒരു പ്രോപ്പർട്ടി ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണ്ട രീതിയിലില്ല. എന്നാൽ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ നായർ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മാട്രിയാർക്കൽ സിസ്റ്റം ആയിരുന്നു. വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ജനറലി സ്ത്രീകൾ നൂറ്റാണ്ടുകളുടെ ഒരു ഭാരം പേറുന്നുണ്ട് എന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നത് സത്യമാണ്. എന്നാൽ അതോടൊപ്പം ആധുനിക കാലത്ത് അതിൻ്റെ മറുപടി കുടുംബം വേണ്ട, ഫാമിലി സംവിധാനം വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതല്ല, ഒരു ബാലൻസ് ആൻഡ് സിന്തസിസ് ആണ്. ഇതാണ് നമ്മുടെ പൊസിഷൻ. അതുകൊണ്ടാണ് ഞാനത് ഭംഗിക്കല്ല പറയുന്നതെന്ന് തെളിയിക്കാൻ. അതായത് വെറുതെ ഭംഗിക്ക് ഫെമിനിസ്റ്റുകളെയും കൂടെ വെറുപ്പിക്കേണ്ട, ലെഫ്റ്റ് ലിബറലേയും കൂടെ വിശ്വാസത്തിലെടുക്കാം എന്ന് പറഞ്ഞ് ഭംഗിക്ക് പറയുന്നതല്ലെന്ന് തെളിയിക്കാൻ നമ്മൾ പുരുഷ കമ്മീഷൻ്റെ കോൺസെപ്റ്റ് പേപ്പറിലെ ഫസ്റ്റ് വരി വായിക്കാം. ഫസ്റ്റ് വരി തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾക്കാണ് സമൂഹവും നിയമവും മുൻഗണന നൽകേണ്ടത് എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. അതോടൊപ്പം പുരുഷൻ്റെ പ്രശ്നങ്ങൾ അവഗണിക്കുകയും ചെയ്യരുത്. ഒരു വരി കൂടെ വായിക്കാം. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്.
അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ ആവശ്യം ഉയരുന്നത്. അത്രയും മോഡറേറ്റ് ആയിട്ടൊരു പിച്ചിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പുരുഷ കമ്മീഷൻ്റെ ഭാഗമായി സ്ത്രീകൾ ഇതിനകത്തുണ്ട്. ഇനി നാഷണൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആപ്പിൻ്റെ MP ആണ് ഡോക്ടർ അശോക് കുമാർ മിത്തൽ. അദ്ദേഹത്തിന് വളരെ ചെക്സ് ആൻഡ് ബാലൻസസ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലും അമ്മയും ഭാര്യയും അല്ലെങ്കിൽ സഹോദരിമാരും മക്കളും ഒക്കെ ഇല്ലേ, നമുക്ക് അവരുടെ ഇഷ്യൂസ് അറിയാം. പക്ഷേ മറുഭാഗത്ത് പുരുഷൻ ഈ ലോസ് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവരും കൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജീവിതം പോകും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ എൻ്റെ കൂടെ ജയിലിൽ കിടന്നവരുടെ കേസ് പറയാം. ഒരു പയ്യന് ഇവന് ഒരു അഫെയർ ഉണ്ട് പെൺകുട്ടിയായിട്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇവനെ ഇഷ്ടമല്ല. ഇവനെ ഒഴിവാക്കാനായി ഇവരുകൊണ്ട് പോക്സ് കൊടുത്തു. എന്നിട്ട് അമ്മയെ കൊണ്ട് ഈ പെൺകുട്ടി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയിച്ച് അവിടെ എവിടെയും തൊടാത്തൊരു മൊഴിയും കൂടെ കൊടുപ്പിച്ചു. പയ്യൻ വർഷങ്ങളായിട്ട് ജയിലിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ നാട്ടിൽ 18 വയസ്സിൽ താഴെ വിവാഹം കഴിക്കാം. അതായത് മുസ്ലിം പെൺകുട്ടിക്ക് ഫിസിക്കൽ പ്രായപൂർത്തി മാത്രമാണ് ഇന്ത്യൻ നിയമപ്രകാരവും അവരുടെ പേഴ്സണൽ ലോ പ്രകാരവും ഉള്ളത്. 19 വയസ്സുള്ള ഒരു മുസ്ലിം പയ്യനുണ്ട്, 17 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുണ്ട്. ഇവർ തമ്മിൽ ഇഷ്ടവും വീട്ടുകാരെ കല്യാണവും എല്ലാം ഉറപ്പിച്ചതാണ്. ഇവർക്ക് കുറച്ച് പേഴ്സണൽ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പെൺകുട്ടി +2 പഠിച്ച കൗൺസിലറോട് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു, ജയിലിൽ കിടക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും പ്രശ്നമില്ല, ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല, കല്യാണം നിക്കാഹ് കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ ഈ നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പക്ഷേ യാന്ത്രികമായൊരു നിയമമാണ്. ഇതിൻ്റെ എക്സ്ട്രീമാണ് കർണാടകത്തിൽ കണ്ടത്. 17 വയസ്സുള്ള പ്രഗ്നൻ്റ് ആയ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകാർ റിപ്പോർട്ട് ചെയ്തു 17 വയസ്സുള്ളൂ. അയാൾക്ക് അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ജാമ്യം 1 ലക്ഷം രൂപ ജാമ്യം എടുക്കേണ്ടി വന്നു. അപ്പോൾ യാന്ത്രികമായി ഇത് കണ്ടിട്ട് എന്താ കാര്യം? ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹി ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് പ്രകാരമാണ് ഡൽഹി ഹൈക്കോടതി ഈ പെൺകുട്ടിയുടെ പ്രായപൂർത്തി ആകാതെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം കല്യാണം കഴിക്കാവുന്ന വിധിയുണ്ട്. അതിനെതിരെ നാഷണൽ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയെ തള്ളി. അങ്ങനെ പേഴ്സണൽ ലോ ഉണ്ട്. നമ്മൾ ഇനിയും അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇതാക്കാൻ നോക്കണ്ട. ഇതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ ഈ 2 കേസിൽ? ഞാൻ 4 കേസുകളാണ് നമ്മൾ എടുത്തത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. കുറച്ച് ആൾക്കാരെ കണക്റ്റും മറ്റും ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്കൊക്കെ ഈ ഹിയറിംഗ് ഒക്കെ കിട്ടുന്നതിന് സമയം ഒരുപാട് എടുക്കും. ഇത്രയും ദിവസം ജയിലിൽ കിടക്കട്ടെ, അതൊരു എന്ത് വലിയ കഷ്ടമാണ്. ഇത്രയും ദിവസം ജയിലിൽ കിടക്കണ്ടേ? അപ്പം ആളെ കൊടുക്കാൻ ഈസിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണം പോക്സോ മാത്രമല്ല, ഏത് ലൈംഗിക റിലേറ്റഡ് കേസ്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വെച്ച് പറയാം. 2ാമത്തെ കേസ് കോടതി സംശയം പ്രകടിപ്പിച്ചു. ഈ പരാതി ബാംഗ്ലൂരിലെ ഒരു പെൺകുട്ടിയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. പോലീസുകാർ ചെയ്തറിയോ? പോലീസുകാർ സിമ്പിളായിട്ട് ബാംഗ്ലൂരിൽ പോയി. അവിടുത്തെ ഫ്രണ്ട്സൊക്കെ കണ്ടു കാണും, പോലീസുകാർ കണ്ടു കാണും, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കാണും. അങ്ങനെ രാഹുലുമായിട്ട് പരിചയമുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ തപ്പിയെടുത്ത് ഒരു പരാതി ഇങ്ങ് മേടിക്കും. ആ കുട്ടിക്ക് എന്താ നഷ്ടം? പോലീസുകാരൊന്ന് സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് കൊടുത്ത് ആ പെൺകുട്ടി ആരാ നമ്മൾ ഒരിക്കലും അറിയാൻ പോണില്ല. ആ പെൺകുട്ടി ആരാന്ന് പറയാൻ പറ്റില്ലല്ലോ, അറിയാൻ പോണില്ല. ഈ രീതിയിൽ ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഒമർ ലുലുവിൻ്റെ കേസും നമ്മുടെ നാട്ടിൽ വിജയബാബുവിൻ്റെ കേസും എത്ര പേർക്കെതിരെ, ഇടവേള ബാബുവിൻ്റെ കേസും എത്ര പേർക്കെതിരെയാണ്. ഞാൻ ഇവിടെ പലപ്പോഴും ഒരു കണക്ക് പറയാറുണ്ട്, ശരിയാണോ എന്നറിയില്ല. ശ്രീ സിദ്ദിഖ് സാറിന് ഏറ്റവും കുറവ് 30-40 ലക്ഷം രൂപയെങ്കിലും ചിലവായി കാണും. സുപ്രീം കോടതിയിൽ പോയാണ് ജാമ്യം കിട്ടിയത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മക്കൾ വളർന്നു വരികയല്ലേ, അവർക്ക് വേണ്ടി അവരുടെ സ്കൂളിനും കോളേജിനും ഭാവിക്ക് വേണ്ടിയുള്ള കേസല്ലേ. എൻ്റെ ഈ 40 ലക്ഷം രൂപ കിടക്കുന്നത് എന്തിനാ? ഞാൻ ഇപ്പം വിചാരിക്കും ഒരു 4-5 ദിവസം ജയിലിൽ കിടക്കട്ടെ, എപ്പോഴെങ്കിലും ഹൈക്കോടതിക്ക് കനിവ് തോന്നി തരും. എന്താ കേസ്? സിദ്ദിഖ് സാറിനെതിരെ പറഞ്ഞ കേസ്, ഒരു പെൺകുട്ടി 11 പേർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. ആദ്യം പറഞ്ഞത് സിദ്ദിഖ് സാറിന് എന്നെ വെർബലി ഹരാസ് ചെയ്തു. 2ാമത് പറഞ്ഞത് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു. 3ാമത് പറഞ്ഞത് റേപ്പായി. മൊഴി പോലും മാറ്റി മാറ്റി പറയുകയാണ്. പക്ഷേ നമുക്കവരെ വേട്ടയാടാൻ വലിയ സന്തോഷമാണ്. അതെന്തോ പുരോഗമനപരമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ കൃത്യമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളെ വേട്ടയാടുന്നത് ഈ തീവ്ര വലതുപക്ഷത്തിന് വലിയ സന്തോഷമാണ്. ക്രിസ്മസിൻ്റെ തോരണങ്ങൾ അടിച്ചു പിടിക്കും, സാന്റാക്ലോസിൻ്റെ അടിച്ചു പിടിക്കും അവിടുത്തെ. എന്നിട്ട് അതെന്തോ നമ്മൾ ഹിന്ദു മതത്തിന് വലിയ ഗുണം ചെയ്യുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജേർണലിസ്റ്റായ സിദ്ദിഖ് കാപ്പനടക്കം 1.5 വർഷം ജയിലിൽ കിടന്നു. എന്താ കേസെന്നറിയാമോ? സിദ്ദിഖ് കാപ്പൻ കലാപമുണ്ടാക്കുന്ന രീതിയിൽ എഴുതാൻ പോവുകയാണെന്ന് പോലീസ് പറഞ്ഞാണ് കേസ്. എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ചെയ്തില്ല, തെറ്റ് ചെയ്തു എന്നല്ല. ഇനിയും സിദ്ദിഖ് കാപ്പൻ ഹത്രാസിലെ ഒരു ദളിത് പെൺകുട്ടിയുടെ റേപ്പും കൊലപാതകവുമാണ് അവിടുത്തെ മുന്നോക്ക ജാതിയിലെ ആൾക്കാർ. എന്ന് പറഞ്ഞാൽ മുന്നോക്ക ജാതിക്കാരിൽ മോശമൊന്നല്ല, അതിൽ ചില മോശക്കാരായ ആൾക്കാർ റേപ്പ് ചെയ്ത് കൊന്നു എന്നുള്ളതാണ് കേസ്. ഇയാളെ 20-40 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് പോലീസ് സ്റ്റോപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ജയിലിലിട്ടു. അതായത് ഇയാൾ ഇനി എഴുതാൻ പോകുന്നത് ജാതിസ്പർദ്ധ ഉണ്ടാക്കുമ്പോൾ 1.5 വർഷം 3 മക്കളുള്ള മനുഷ്യനാണ്. ആ മക്കളുടെ വളർച്ചയും ജീവിതവും ഒക്കെ പോകുന്നതല്ലേ. ഇതിൻ്റെ പ്രശ്നം ഈ ഘട്ടത്തിൽ ഇപ്പോൾ പോട്ടെ, എനിക്ക് നേരെ ഞാനൊരു ഹിന്ദു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്, ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ്, ഒരു ഗാന്ധിയൻ ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ എത്ര വർഷമായി ഷാർജിയിൽ ഇമാമും നമ്മുടെ ഉമർ ഖാലിദും അടക്കം
5 വർഷമായിട്ട് കിടക്കുന്നു. വിചാരണ തടവുകാരെ കിടക്കുകയാണ്. വിചാരണ നടത്തി അവർക്ക് ഉറപ്പായിട്ട് പോകാൻ കാര്യം അവരുടെ ഒന്നും തെളിവില്ല. ഈ ഉണ്ടത്രേ തെളിവുകളാണ്. വലിയ അമേരിക്കൻ പ്രശ്നമെന്നോ പോൽ കലാപത്തിന് ഒരു ആഹ്വാനം ചെയ്താൽ ഞങ്ങളുടെ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ കോടതി തെളിവ് എന്താണെന്നൊന്നും ചോദിക്കില്ല. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് എഴുതും. 5 വർഷം. ആരെയും ഇതേപോലെ പിടിച്ചില്ല. ഇത് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് മാറ്റം വരുത്തേണ്ടത് 2 പേർക്കാണ്. ഒന്ന്, കോടതികൾ കുറേ കൂടെ ഇടപെടണം. ഞാനൊരു നെഗറ്റീവ് അർത്ഥത്തിൽ പറയുകയല്ല. ഈ 6-ാം തമ്പുരാൻ എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടോന്ന് അറിയില്ല. 6-ാം തമ്പുരാനിൽ രസകരമായൊരു സീനുണ്ട്. 6-ാം തമ്പുരാനിൽ ഈ നരേന്ദ്രപ്രസാദിൻ്റെ വീട്ടിലിരിക്കുന്ന തിരുവാഭരണങ്ങൾ വന്നാലേ അപ്പുറത്തെ കാവിൽ ഉത്സവം നടത്തും. അപ്പോൾ അവർ കൊടുക്കൂലെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മറ്റേ ഗണേഷ് കുമാർ സന്ധ്യ സംഭാഷണത്തിൻ്റെ പോലീസുകാരനായിട്ട് പോകും. എന്നിട്ട് ഗണേഷ് കുമാർ നരേന്ദ്രപ്രസാദിനോട് പറയും, കാവിലെ പാട്ടോത്സവത്തിന് കാവിലെ ഉത്സവത്തിന് നിങ്ങളുടെ തിരുവാഭരണം വേണം. നരേന്ദ്രപ്രസാദ് പറയും, അയ്യോ അത് പറ്റില്ല, ഒരു കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പം ചോദിക്കും, കമ്മിറ്റി ആരാണ്? കമ്മിറ്റി ഞാനും അപ്പനും സുഭദ്രയും, ഇതാണ് നമ്മുടെ കമ്മിറ്റി. അപ്പോൾ അതിൽ ഞാൻ എന്ന് പറയുന്ന നരേന്ദ്രപ്രസാദാണ് സ്റ്റേറ്റ്, അപ്പൻ എന്ന് പറയുന്ന ജഗന്നാഥ സാറാണ് പോലീസും പ്രോസിക്യൂട്ടറും, അതിലെ സുഭദ്രയാണ് കോടതി. ആ സുഭദ്ര കാണിക്കുന്ന ധൈര്യം നമ്മുടെ കോടതികൾ കാണിക്കണം. അതായത് ഞാനും അപ്പനും സുഭദ്രയും കൂടെയാണ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ സുഭദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്കിത് കൊടുത്തുവിടാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ഇതെങ്കിലും കാണിക്കണം. അത് കോടതികൾ കാണിച്ചില്ലെങ്കിലേ വർഷങ്ങളോളം ആൾക്കാർ ജയിലിൽ പെട്ടുപോകും. വർഷങ്ങളോളം. ഇപ്പോൾ സഞ്ജീവ് ഭട്ട്, ഞാൻ മോദിജിയെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. മോദിജിക്കെതിരെ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് സഞ്ജീവ് ഭട്ടിനെ 30 വർഷം മുമ്പ് കേസിന് നോക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. എളുപ്പമല്ലേ? ഇതിലെ വിഷമം എന്താ അറിയോ? ഈ സഞ്ജീവ് ഭട്ടിൻ്റെ കൂടെ 2 പോലീസുകാരെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടാണ്? ഇത് നമ്മുടെ നാട്ടിലെ, ഞാൻ പറയുമ്പം കുറച്ച് കൂടി പോകും, പക്ഷേ എന്താ ഇതൊരു ഗ്രാൻഡ് മേക്ക് ബിലീഫാണ്. തട്ടിപ്പെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പല കാര്യങ്ങളും ഒരു ഗ്രാൻഡായിട്ടുള്ള മേക്ക് ബിലീഫാണ്. ഒന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മുടെ ചാരക്കേസ് മുതൽ നമ്മുടെ ശ്രീ ദിലീപിൻ്റെ കേസ് മുതൽ. ശ്രീ ദിലീപിൻ്റെ കേസിൽ ആലോചിച്ച് നോക്കുക, 85 ദിവസം ദിലീപേട്ടനെ ജയിലിലിട്ടു. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ കോടീശ്വരനാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രി നിയന്ത്രിച്ചിരുന്ന ആളാണ്. ഈ ശ്രീ ദിലീപിനും ഉമ്മൻചാണ്ടി സാറിനും ഒന്നും നീതി കിട്ടിയില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ എന്ത് നീതി കിട്ടാനാണ്? ഇപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന കാര്യം പറയുമ്പോൾ ചേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു എന്നെ 4 സ്ഥലങ്ങളിലാണ് കിടത്തിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ്ട്രോഫോബി അടിച്ചത് സെൻട്രൽ പ്രസന്റിൽ, അതായത് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിൽ, മറ്റേ ഗോപുരമൊക്കെ കണ്ടിട്ടില്ലേ, ആ ഗോപുരമൊക്കെ ഉള്ള ജയിലിൽ കൊണ്ടുപോയി മറ്റേ കൂടിയ ശിക്ഷ അനുഭവിക്കുന്നവരോടൊപ്പം ഞാനും ഒരാളും കൂടെ കിടന്നു. പുള്ളി ഒരു കൊലപാതക കേസിലകത്ത് കിടന്നതാണ്. അതാണ് പ്രോപ്പർ ജയിൽ. ആകെ ചെറിയൊരു മുറി, അവിടെ തന്നെ അടച്ചു കെട്ടിയൊരു വാഷ്റൂം, പകുതി അടച്ചു കെട്ടിയ വാഷ്റൂം. അവിടെ കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ലോസ്ട്രോഫോബിയ അടിച്ചു, ഭയങ്കര ഇതടിച്ചു. പിന്നെ മെഡിക്കൽ കോളേജിലെ സെല്ലിൽ കിടന്നു, അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ജയിലിലെ സെല്ലിൽ കിടന്നു. എനിക്ക് ഭയങ്കര നടുവേദനയുണ്ട്. അതും ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലത്തുണ്ടായതാണ്. പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യുന്ന വിഷ്വൽസ് കിട്ടാതിരിക്കാനായി ടാർപോളിൽ എന്നെ കവർ ചെയ്താണ് മേളിൽ നിന്ന് താഴെ കൊണ്ടുവന്നത്. അന്ന് ഒരുപാട് ഇടിച്ചിടിച്ചിടിച്ച് നടുവിന് ഒരുപാട് വേദനയുണ്ടായി. പക്ഷേ ഞാൻ അതിലൊക്കെ ആശ്വസിക്കുന്ന 2 കാര്യങ്ങളാണ്. ഞങ്ങൾ വിരലെണ്ണാവുന്ന ആൾക്കാരാണ് ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം തുടങ്ങിയത്. അന്ന് സുപ്രീം കോടതിയിൽ 5 അംഗ ബെഞ്ചിൻ്റെ വിധി എതിരായിരുന്നു. BJPയും CPMും കോൺഗ്രസും ശബരിമലയുടെ വിശ്വാസത്തിനെതിരായിരുന്നു. നമ്മുടെ പോലീസുകാരടക്കം എതിരായിരുന്നു. അന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കി, നീ ഇവിടെ കേരളത്തിൽ നിന്ന് ബഹളം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ഡൽഹിയിലിരിക്കുന്ന സുപ്രീം കോടതി. പക്ഷേ ആ വിഷയത്തിൽ ഇൻഎഫക്റ്റ് നമ്മൾ ജയിച്ചു എന്നുള്ളതും ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൽ ആദ്യമായിട്ടാണ് ഒരു 5 അംഗ ബെഞ്ചിൻ്റെ വിധി നമ്മൾ അതിജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഎഫക്റ്റ് മാറുന്നത്. അത് ഞാൻ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാർക്ക് അമേരിക്കക്കാരിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, നമുക്ക് പൊളിറ്റിക്കൽ ഓണസ്റ്റി ഒട്ടുമില്ല. അമേരിക്കക്കാർക്ക് പൊളിറ്റിക്കൽ ഓണസ്റ്റി ഉണ്ട്. നമ്മൾ വലതുപക്ഷക്കാരനാണെങ്കിൽ വലതുപക്ഷക്കാരനാണെന്ന് പറയില്ല, പകരം ഞാനൊരു ദേശീയവാദിയാണെന്ന് പറയും. ഇടതുപക്ഷക്കാരനാണെങ്കിൽ ഇടതുപക്ഷക്കാരനെന്ന് പറയില്ല, പകരം ഞാനൊരു മതേതരവാദിയാണെന്ന് പറയും. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാട് ആത്മാർത്ഥമായി പറയുന്നതിന് പകരം സ്മഗിൾ ചെയ്യുക, കള്ളക്കടത്തിലൂടെ എത്തിക്കുക എന്നൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം പറയാറുണ്ട്, ഇപ്പം BJPയുടെ മറ്റ് വേദികളിൽ ചെന്ന് പറയാറുണ്ട്, എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ BJPക്കാർ ഇപ്പോൾ ഹിന്ദു എന്ന് പറയില്ല, കാര്യം ക്രിസ്ത്യാനികളുടെ വോട്ട് നോക്കുന്നുണ്ട്. ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സത്യസന്ധമായി പറഞ്ഞുകൂടെ? ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. പക്ഷേ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ അടക്കം എല്ലാ വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കൊരു ഹിന്ദു മുസ്ലിംസ് ഐക്യം, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം വേണം. ഞാനതുകൊണ്ടാണ് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഒരുപക്ഷെ കേട്ട് കാണും, നമ്മൾ സ്കൂളിൽ പഠിച്ചതിൻ്റെ സാധനം കേട്ടിട്ടില്ലേ? അതായത് ത്യാഗവും ധീരസന്നദ്ധതയാണ് കുങ്കുമം, വെള്ള സമാധാനം, പച്ച ഫലഭൂയിഷ്ഠത. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. നമ്മുടെ നെഹ്റുവിയൻ സ്റ്റേറ്റ് സിലബസ് നമ്മളെ കള്ളം പഠിപ്പിച്ചതാണ്. ഇത് ഡിസൈൻ ചെയ്തത് ഇന്ന് ജനുവരി 30 നിങ്ങൾ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നറിയില്ല, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. മഹാത്മാഗാന്ധി വളരെ സത്യസന്ധമായി പറയുന്നുണ്ട്, ഇത് ഈ കുങ്കുമം എന്ന് പറയുന്നത് ഹിന്ദു, വെള്ള എന്ന് പറയുന്നത് ക്രിസ്ത്യൻ, മറ്റു ന്യൂനപക്ഷങ്ങൾ, പച്ച എന്ന് പറയുന്നത് മുസ്ലിം.
ഇത് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുന്നതിന് സിലബസിൽ മാറ്റം വരുത്തണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ ഹിന്ദുക്കളിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് പൊളിറ്റിക്കൽ ഓണസ്റ്റി വളരെ കുറവാണ്. അവർക്ക് ഈ എല്ലാം വളഞ്ഞ വഴിയിലൂടെ പറയുന്നതിൻ്റെ ഞങ്ങളുടെ ഒരു ശീലമായി പോയത്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളിത് നോക്കിയാൽ മതി. ഇത് ഞാൻ റെഫറൻസ് വെച്ച് തന്നെ പറയാം. ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ ഗാന്ധിജി ഇത് എഴുതുന്നത് തന്നെയുണ്ട്. പിങ്കാളി വെങ്കയ്യ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഫ്ലാഗ് നമുക്ക് ഡിസൈൻ ചെയ്തത്. ഗാന്ധിജിയാണ് കളർ കോഡ് കൊടുക്കുന്നത്. അതിൽ ഗാന്ധിജി ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എത്ര സിമ്പിളാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പേപ്പറിൽ ഇടുമ്പോൾ തിരുവനന്തപുരം BJP ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പറയും? കാവ്യവൽക്കരണം എന്ന് പറയും. തിരുവനന്തപുരം കാവ്യ പുതച്ചു എന്നൊക്കെയല്ലേ പറയാം. മലപ്പുറത്തെ നമ്മൾ ഇതായിട്ട് പച്ച, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ റെഫറൻസ് നോട്ട് ചെയ്യാൻ പച്ച സാധനങ്ങൾ പറയും. ഇത് തന്നെയാണ് ഗാന്ധിജിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഗാന്ധിജിയുടെ വ്യത്യാസം, അദ്ദേഹം ഓണസ്റ്റ് ആയിരുന്നു. ഇനിയും അറിയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തും കൂടി അറിയേണ്ട കാര്യം, ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിലൊന്ന് കാവി പതാകയായിരുന്ന ഇന്ത്യൻ പതാകയെ ത്രിവർണ്ണ പതാകയാക്കി മാറ്റിയത് ഗാന്ധിയാണെന്നാണ്. ഗാന്ധിജി ജീവിതം കൊണ്ട് ത്രിവർണ്ണ പതാകയാക്കിയതാണ് നമ്മൾ ഈ വളഞ്ഞു കെട്ടി അവിടെ ഇവിടെയും തൊടാതെ മതേതരത്വം എന്ന് പറയുന്നത്. എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. മതേതരത്വമെന്നോ മതസൗഹാർദ്ദമെന്നോ മതാന്തര സൗഹാർദ്ദമെന്നോ മാനവ സൗഹാർദ്ദമെന്നോ ഗോളാന്തര സൗഹാർദ്ദമെന്നോ എന്ത് വിളിച്ചാലും ഐഡിയ ഇത്രയേ ഉള്ളൂ. വ്യത്യസ്ത സമുദായങ്ങൾ കാണും, വ്യത്യസ്ത ജാതിയും മതവും ഭാഷയും വർഗവും വർണ്ണവും കാണും. നമ്മളെല്ലാം കൂടി ഒരു യോജിപ്പിൽ ഈ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കണം. ഇതേ ഈ കൊടിയുടെ അർത്ഥമുള്ളൂ. ഇത് ചേട്ടൻ പറഞ്ഞല്ലോ ഈ BJPയുടെ തിരുവനന്തപുരത്തെ കാര്യം. അപ്പം അടുത്ത ഇലക്ഷനിൽ അത് റിഫ്ലക്ട് ചെയ്യുന്ന ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് BJP റിഫ്ലക്ട് ചെയ്യുന്നത്? കൂടുതൽ നായർ വോട്ടുകൾ അവിടെയുള്ളത്. അതായത് കൂടുതൽ നായർ വോട്ടുകളുണ്ട്. കേരളത്തിൽ പ്രധാനമായിട്ടും 4 വോട്ടിംഗ് ബ്ലോക്കുകളാണ് ഉള്ളത്. ഒന്ന് നായർ പ്ലസ് സവർണ, അല്ലെങ്കിൽ നായർ ബ്രാഹ്മൺ. ഞാനൊക്കെ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചാണ്. നായർ, നമ്പൂതിരി, ക്ഷത്രിയ. ഒരു സവർണ വോട്ടിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 12 മുതൽ 15% വരെ കാണും. ഈഴവ വോട്ടിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 22 മുതൽ 25 മുതൽ 27 വരെ വ്യത്യസ്ത കണക്കുകളായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് ഈഴവരെന്ന് വിളിക്കും, നോർത്തിലേക്ക് പോകുമ്പോൾ തീയരെന്ന് വിളിക്കും. അങ്ങനെ തിരുവിതാംകൂർ ഭാഗത്താണ് ഈ ജാതി ഈഴവ സ്പിരിറ്റും കൺസോൾട്ടേഷനും കൂടുതൽ, നോർത്തിൽ കുറവാണ്. കൂടുതലും CPMൻ്റെ വോട്ടേഴ്സാണ് ഇവർ. അപ്പോൾ ഈ നായർ ഈഴവ തീയ വോട്ട് ബാങ്ക് എല്ലാം കൂടെ 22 മുതൽ 27% വരെ വരും. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 17-18% ക്രിസ്ത്യൻ വോട്ടുകൾ വരും. വ്യത്യസ്ത വിഭാഗങ്ങൾ, കത്തോലിക്കരും ഓർത്തഡോക്സും ജാക്കോബൈറ്റും എല്ലാം കൂടെ ചേർന്ന്, CSIയും എല്ലാം പേര് പറയാം, എല്ലാത്തിനും കത്തോലിക്കരും ഓർത്തഡോക്സും എല്ലാം കൂടെ ചേർന്ന് 17 ഏകദേശം 60 ലക്ഷം 65 ലക്ഷം അല്ലെങ്കിൽ 70 ലക്ഷം ആൾക്കാർ വരും. മുസ്ലിങ്ങൾ ഏകദേശം 27 മുതൽ 29% വരെ വരും. ഏകദേശം 1 കോടി മുസ്ലിങ്ങൾ. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിലെല്ലാവരും ജാതി നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? ഒട്ടുമല്ല. ഒരു 50% പേര് ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഒരു പുരോഗമന മതേതര വോട്ടുകൾ കൊടുക്കുന്ന ആൾക്കാരാണ്. നന്നായി, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷേ ബാക്കി ഒരു 50% ജാതിയും സമുദായമൊക്കെ നോക്കിയാൽ നിർത്തുന്നു. ഇപ്പം വിശ്വ പൗരനാണ് ശശി തരൂർ. പക്ഷേ ശശി തരൂരിനെ എറണാകുളത്തോട് നിർത്തൂലല്ലോ. കാര്യം എറണാകുളത്ത് കൂടുതലും ലത്തീൻ കത്തോലിക്ക വോട്ടുകളാണ് കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ളത്, ക്രിസ്ത്യൻ വോട്ടുകളാണുള്ളത്. മലപ്പുറത്ത് എന്താ നിർത്താത്തത്? ശശി തരൂർ വിശ്വ പൗരനല്ലേ, ഏറ്റവും അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന മലയാളിയല്ലേ. പക്ഷേ എന്തുകൊണ്ട് നിർത്താത്തത്? തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് നിർത്തുന്നത്? നായർ വോട്ടുകൾ കൂടുതൽ അവിടെയാണ് ഉള്ളത്. പക്ഷേ ശശി തരൂർ ജയിക്കുന്നത് നായർ വോട്ടുകൾ മാത്രമല്ല, നായർ പ്ലസ് മിഡിൽ ക്ലാസ് പ്ലസ് ഈ തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ, കോൺഗ്രസിൻ്റെ വോട്ടുകൾ വരുന്നുണ്ടാണ് ജയിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ഇതെല്ലാം മറച്ചു വെച്ച് വികസനത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ജയിക്കുന്നതെന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അതാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ വർഷം ശശി തരൂർ സാറിൻ്റെ ഏതൊരു ഫാനാണെന്ന് പറഞ്ഞു. എന്തോ ശശി തരൂരിൻ്റെ ഏതോ ഒരു വികസന പദ്ധതി ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആര് വേണം ഈ പറയുന്നത്? ചുമ്മാ അത് വേണ്ടെന്നല്ല. അതാണ് അതിലെ പോയിന്റ്. നമുക്ക് വികസനം വേണം, മറ്റേ ട്വിൻ സിറ്റി വേണം, ഹൈമാസ്റ്റ് ലൈറ്റ് വേണം, ഇതെല്ലാം കൂടെ വേണം. ഈ ബാലൻസിനെ, ഈ ബിഗ് ടെൻറ്റ് അപ്രോച്ചിനെയാണ് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പരിപാടി തന്നെയാണ് ഗാന്ധി സ്വാതന്ത്ര്യ സമരകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അന്ന് കോൺഗ്രസ് ആയിരുന്നു എല്ലാവരുടെയും പാർട്ടി. കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു അന്ന് RSSൻ്റെ സ്ഥാപകനായ ഹെഡ്ഗേവാർജി. കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ. അവരാണ് പിന്നീട് CPI ആയത്, CPM ആയത്. EMS ഒക്കെ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. EMS, AKG അവരെ വിളിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിലെ ലെഫ്റ്റ് എന്നാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ. ഇന്നലെ സതീശൻജി പറഞ്ഞു കേട്ടുകയാണ്, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ് എന്ന് പറയുന്ന ആ സ്പേസ് നിൽക്കുന്നത്. ഇനി കോൺഗ്രസിൽ റൈറ്റ് ഉണ്ട്, അവരാണ് സർദാർ പട്ടേൽ, രാജഗോപാലാചാരി, അവരുടെ അടക്കമുള്ളവർ. BJPയുടെ അടക്കം ആദ്യ രൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിരുന്നു. ഇവരെല്ലാം ഒരു ബാലൻസാണ്. അന്നത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ വലിയ റെപ്രസെൻറ്റേഷനാണ് ബാബാ സാഹേബ് അംബേദ്കർ. അപ്പം അങ്ങനെയാണ് ഗാന്ധിജി പറയുന്നത്, ഗാന്ധിജി നെഹ്റുജിയൊക്കെ തീരുമാനിക്കുന്നത് ബാബാ സാഹേബ് അംബേദ്കറിനെ നമുക്ക് ഭരണഘടന എഴുതാതിരിക്കാം. ഈ ബാലൻസാണ് അന്നും ഇന്നും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ബാലൻസ് എന്നൊക്കെ വിട്ട് എല്ലാം മതേതരത്വമാണ് എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. അത് കള്ളത്തരമാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളോട് കള്ളം പറയുന്നതാണ് ഇവരെന്ന്. ഇപ്പം തിരുവനന്തപുരം എന്താ കൂടി ഒന്നാ നായർ നാടാർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. നായർ മാത്രമല്ല, നാടാർ വിഭാഗം. അങ്ങനെയാണ് പണ്ട് ചാൾസ് സാർ 3 തവണ ചാൾസ് സാറാണ് MP ആയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ. നാടാർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഈ വിഭാഗത്തിൻ്റെ കൺസോൾട്ടേഷനാണുള്ളത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നീതി കിട്ടുമെന്നാണോ? ഒന്നുമല്ല. എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ബാലൻസ്.
വേറെ എന്ത് ചെയ്യാൻ? ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിശാല ഹിന്ദുത്വമാണ്, പക്ഷേ മോദിജി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് OBC വോട്ടുകൾ എൻഫോൾഡ് ചെയ്യും. പുള്ളിയുടെ ജാതിപരമായിട്ട് ഗുജറാത്തിൽ 1% ഉള്ളൂ, പക്ഷേ OBC വിഭാഗങ്ങളാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ലോകത്ത് എല്ലാ ഭാഗത്തും ഉണ്ട്. യഥാർത്ഥത്തിൽ യാതൊരു ക്രിസ്ത്യൻ മൂല്യങ്ങളിലും വിശ്വസിക്കാത്ത, ക്രിസ്തുവിനെ തന്നെ പിന്തുടരാത്ത ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ അമേരിക്കയിലെ അവിടുത്തെ വൈറ്റ് പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യൻ വിഭാഗം ഡൊണാൾഡ് ട്രംപിനോടൊപ്പമാണ്. അവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിൻ്റെ അടുത്തൂടെ പോലും ഡൊണാൾഡ് ട്രംപ് പോകില്ല. പക്ഷേ ആ സ്പേസ് കൈകാര്യം ചെയ്യുന്നവരാണ്. അങ്ങനെയാണ്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായി കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ മുസ്ലിം ലീഗും പാണക്കാട് കുടുംബവും ഒക്കെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ മതം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്, പുരോഗമനമാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്തും മതത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ഉള്ളതെന്ന് തോന്നുന്നുണ്ടോ? ഈ ജെൻസിക്കാർക്ക് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അവരൊരു 18 മുതൽ 30 വയസ്സ് വരെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വരും. ഒരു 30 വയസ്സിൽ ദേ വിൽ ഫീൽ ചീറ്റഡ്. കാര്യം അവർക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും അല്ല. അവിടെയാണ് നമ്മളൊരു ബാലൻസ് പിടിച്ചാൽ മതി, അതിനൊരു റിയാലിറ്റി പിടിച്ചാൽ മതി. ഇപ്പം ഞാനും കുറച്ച് ശിക്ഷയും ഇത്രയൊന്നും നമുക്ക് ഈ ജാതിയെക്കുറിച്ചും കണക്കുകളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജനിച്ചു വന്നപ്പോൾ ബ്രാഹ്മണർ എത്ര ശതമാനം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ പേരൻ്റെ കൂട്ടത്തിൽ വീട്ടുകാർ രാഹുൽ ഈശ്വർ നമ്പൂതിരി എന്ന് വെക്കുന്നതിന് വരെ രാഹുൽ ഈശ്വർ എന്ന് മാത്രം വെച്ചതെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പേര് ഈശ്വർ നമ്പൂതിരിയിലായിരുന്നു. പക്ഷേ നിനക്ക് വേണ്ട, രാഹുൽ ഈശ്വർ എന്ന് മാത്രം അതിൽ നിന്ന് വെച്ചു. അങ്ങനെയാണ് മന്നത്ത് പത്മനാഭൻ, NSSൻ്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭ പിള്ള എന്നായിരുന്നു. പുള്ളി പിള്ള വെട്ടി മന്നത്ത് പത്മനാഭൻ. കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും റിയാലിറ്റി കുറച്ചുകൂടെ ന്യൂആൻസ്ഡ് ആണ്, ലെയേർഡാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതി സ്പിരിറ്റ് ഒരുപാടില്ലാത്തവരും മത സ്പിരിറ്റ് ഒരുപാടില്ലാത്തവരുമാണ് ഈ മത നേതൃത്വത്തിലും ജാതി നേതൃത്വത്തിലും വരേണ്ടത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മറ്റേത് വരുമ്പോൾ നായർ എന്ന് പറഞ്ഞാൽ എന്നാൽ ഈഴവൻ നമ്മുടെ ശത്രു എന്ന് പറയും, ഹിന്ദു എന്ന് പറഞ്ഞാൽ മുസ്ലിം നമ്മുടെ ശത്രു എന്ന് പറയും. ആ രീതിക്കപ്പുറം ഒരു ബാലൻസ് ഉണ്ടാകും. ശ്രീനാരായണ ഗുരുദേവൻ അത് യഥാർത്ഥത്തിലേ അത് മതിലുകളായി കാണുന്നത് ഒരു ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ നമ്മളെക്കാട്ടി കുറച്ച് അഡ്വാൻസ്ഡ് ആണല്ലോ അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ ഇതില്ലാതായിട്ടുണ്ടോ? വൈറ്റും പ്രൊട്ടസ്റ്റൻറ്റും ക്രിസ്ത്യൻ വോട്ട്സ് അല്ലേ, അവിടെ ബേസ് ഇവാഞ്ചലിക്കൽ ബേസ് എന്നൊക്കെ പറയും, അതല്ലേ, അതില്ലാതായി. ഇത് എല്ലാ കാലത്തും ലോകത്തുണ്ടാകും. അതിനെ ഹാർമണൈസ് ചെയ്യണം. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ ഗാന്ധിജിയുടെ പറഞ്ഞത്. മുസ്ലിം ലീഗ്, അന്നത്തെ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗ് ശക്തമായി. ജിന്ന എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന മുസ്ലിമായിരുന്നു, വിശ്വാസമില്ലാത്ത മുസ്ലിമായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, പന്നിയിറച്ചി കഴിക്കുന്ന ആളാണ്. ജിന്നയുടെ ഡ്രസ്സിംഗ് ഒക്കെ നോക്കിയാൽ മതി. പണ്ടൊക്കെ എപ്പോഴും കോട്ടും വെസ്റ്റേൺ ഡ്രസ്സേ ഇടുകയുള്ളായിരുന്നു. ജിന്ന ശക്തനായി വന്നപ്പം ഗാന്ധിജി മൗലാന അബുൽ കലാം ആസാദിനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കി. അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളോടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നോക്ക്, നിങ്ങളുടെ നേതാവായ മുസ്ലിം ലീഗിൻ്റെ നേതാവായ ജിന്ന നിരീശ്വരവാദിയാണ്, പന്നിയിറച്ചി കഴിക്കും, പള്ളിയിൽ പോകുന്ന ആളല്ല, അല്ലെങ്കിൽ ഇതിലൊന്നും താല്പര്യമില്ല. പക്ഷേ ഞങ്ങളുടെ നേതാവായ മൗലാന ആസാദ് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ്, മക്കയിലാണ് ജനിച്ചത്, നമ്മുടെ ആളാണ്. ഈ ബാലൻസാണ് ചെയ്യുന്നത്. വേറെ എന്ത് ചെയ്യാനാ? അവിടെയാണ് നെഹ്റുജി ബ്രാഹ്മണനാണ്, കാശ്മീരി പണ്ഡിറ്റാണ്. പക്ഷേ നെഹ്റുജി മറ്റേ കൂടിയ പുരോഗമനവാദിയും മതേതരവാദിയും അങ്ങനെ ഒരാളാണ്. ശരിക്കും സർദാർ പട്ടേലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാനിരുന്നത്. അതായത് സർദാർ പട്ടേലിനാണ് അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ 15-ൽ 12-ൻ്റെയും വോട്ടും പിന്തുണയും കിട്ടുന്നത്. നെഹ്റുജിക്ക് 1 വോട്ട് എന്ന് ചിലരും, വോട്ടൊന്നും കിട്ടിയതെന്ന് ചിലരും പറയുന്നു. ഗാന്ധിജി പറഞ്ഞിട്ടാണ് പട്ടേൽ പിൻവലിക്കുന്നത്. അതൊക്കെ ഇപ്പം നമ്മുടെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സീരീസ് കാണിക്കുന്നതിൽ നല്ല രസമായി കാണിക്കുന്നു. അപ്പം ഈ ഗാന്ധിജി പറഞ്ഞുകൊണ്ടാണ് പിൻവാങ്ങുന്നത്. ഗാന്ധിജി ഒരു വിശാല അർത്ഥത്തിൽ ബാലൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓൾറെഡി ഹിന്ദു റൈറ്റ് വിങ് വളരെ സ്ട്രോങ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ കൃത്യം പറഞ്ഞ ഇതാണ്, ഗാന്ധിജിയാണ് സെൻറ്റർ, റൈറ്റിലേക്ക് പട്ടേൽ, ലെഫ്റ്റിലേക്ക് നെഹ്റുജി. അപ്പോൾ ഓൾറെഡി റൈറ്റ് വിങ് സ്ട്രോങ് ആണ്. അങ്ങനെ ആകുമ്പം കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഒരു പുരോഗമന ബ്രാഹ്മണൻ ഇരിക്കട്ടെ എന്ന് ഗാന്ധിജി വിചാരിക്കുമ്പോഴാണ് നെഹ്റുജി വരുന്നത്. സർദാർ പട്ടേൽ കുറച്ച് കൺസർവേറ്റീവ് മറ്റുമാണ്, മുസ്ലിം സമൂഹത്തിനോടടക്കം. നെഹ്റുജിക്കുള്ള അത്രയും സൗഹാർദ്ദപരമായ നിലപാട് പലപ്പോഴും ഇല്ല. ആർമി സൊല്യൂഷൻസാണ് കൂടുതൽ പുള്ളി നോക്കിയിരുന്നത്. അങ്ങനെയാണ് അതിൻ്റേതായ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ മറ്റേ ജുനഗഡ് പിടിച്ചെടുക്കുന്നത്, ഹൈദരാബാദ് പിടിച്ചെടുക്കുന്നത്. ഹൈദരാബാദിൽ നിസാമിൻ്റെ റസൈക്കർസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ പോലീസ് ആക്ഷൻ്റെ പേരിൽ നമ്മൾ മിലിറ്ററി ആക്ഷൻ തന്നെ ചെയ്തത്, അങ്ങനെ പിടിച്ചെടുക്കുന്നത്. ഇതൊക്കെ പട്ടേലിൻ്റെയാണ്. പക്ഷേ രണ്ടുപേരും ഗാന്ധിയിൽ ബാലൻസ് ഉണ്ടായിരുന്നു. ഇനി സർദാർ പട്ടേൽ അന്ന് RSSനോട് അന്നേ സോഫ്റ്റാണ്. പക്ഷേ ഗാന്ധിജി മരിച്ചപ്പം RSSനെ ആദ്യം ബാൻ ചെയ്തു, പിന്നീട് വിഷയം മാറിയപ്പം ബാൻ എടുത്തു മാറ്റുകയും ചെയ്തു. ഇതൊരു സ്പെക്ട്രമാണ്. ഈ സ്പെക്ട്രം നമ്മൾ പഠിക്കുന്നില്ല. ഇന്ത്യൻ സ്പെക്ട്രം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ, ഒരു നടുക്ക് ഗാന്ധിജിയാണെങ്കിൽ വലതേക്ക് സർദാർ പട്ടേലാണ്, കുറച്ചുകൂടെ എക്കണോമിക് വലതേക്ക് C രാജഗോപാലാചാരിയാണ്. അതാണ് ഇന്ത്യയുടെ ആദ്യ ജെനുവിൻ വലതുപക്ഷ പാർട്ടിയായ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ വലതേക്കാണ് നമ്മുടെ ശ്യാമപ്രസാദ് മുഖർജി, കുറച്ചുകൂടെ വലതോട്ടാണ് BJP RSS. ഇവരിലും തീർന്നില്ല. RSSന് തീവ്രതയില്ല എന്ന് പറഞ്ഞ് RSS ഉപേക്ഷിച്ച വ്യക്തിയാണ് ഗോഡ്സെ. അവരെയാണ് ഈ തീവ്ര ബ്രാഹ്മണിക്കൽ വാദികൾ എന്നൊക്കെ പറയുന്നത്. 99% ബ്രാഹ്മണരും പാവങ്ങളും സാധുക്കളുമാണ്. എന്നാൽ ഈ 1% എക്സ്ട്രീം ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്ന
എന്താ പറയുക തീവ്ര വലതുപക്ഷവാദം, യൂറോപ്പിലെ നിയോ നാസികൾ പോലെയുള്ളവരുണ്ട്. അങ്ങനെയുള്ള ഗോഡ്സെയാണ് ഗാന്ധിജിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. മറുവശത്തേക്ക് പോയാൽ കോൺഗ്രസ് സെൻറ്റർ ലെഫ്റ്റാണ്, കുറേ കൂടെ ലെഫ്റ്റാണ് CPIയെ ലെഫ്റ്റാണ് CPM. അതുകൊണ്ടാണ് CPIയെ CPMകാർ വിളിക്കുന്നത് ഇടതിലെ വലതന്മാരെന്നാണ്. ഇനി CPMലും തീർന്നില്ല, അപ്പുറത്തോട്ടും ഉണ്ട്. അവരാണ് ഈ അർബൻ നക്സൽസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്, മാവോയിസ്റ്റുകൾ വരുന്നത്. ഈ ഒരു ബാലൻസ്, സെൻട്രിസ്റ്റ് ബാലൻസ്, ഇത് ഇന്ത്യയിൽ മാത്രമൊന്നുമില്ല കേട്ടോ, ലോകത്ത് എല്ലായിടത്തും ഇത് തന്നെയാണ്. ഈ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്പേസാണ് ഇന്ത്യയിൽ BJP കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കയിലെ ബറാക് ഒബാമയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സ്പേസാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ വലിയൊരു ഐക്കണാണ് സോറൻ മംദാനി, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂയോർക്ക് ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന സ്പേസ്. അപ്പോൾ ഈ സ്പേസുകളെ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിന് പകരം മറ്റവൻ എൻ്റെ ശത്രു എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ എന്നോട് തന്നെ വളരെ മുതിർന്ന വലതുപക്ഷത്ത് നിൽക്കുന്ന 2-3 പേര് വിളിച്ചു പറഞ്ഞു, തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, നമുക്ക് മന്ത്രിയെയും കൂടെ അറസ്റ്റ് ചെയ്യാൻ പറയാം. ഞാൻ പറഞ്ഞത് പ്രാസം വെച്ചാണ് ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇന്ദ്രി 2-ലും ഉണ്ടതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തേ കള്ളക്കേസാണ്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനും കൂടെ അറസ്റ്റ് ചെയ്യാം. ഈ കേസിൽ ഈ വാജിവാഹനം എന്ന് പറയുന്നതുണ്ടല്ലോ, ഇതിന് ശരിക്കും ആർക്കാണ് അതിന് അവകാശമുള്ളത്?